അഭിഷേക തൈലങ്ങൾ വിശുദ്ധ സുറിയാനി സഭയിലും വിശുദ്ധ വേദപുസ്തകത്തിലും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് ക്ലാസ് ചെയ്യുന്നത്. പരിശുദ്ധ അന്ത്യോഖ്യൻ സുറിയാനി സഭയിലെ വിശുദ്ധ മാമോദീസ ക്രമം ആണ് ഇവിടെ ഈ പഠനത്തിന് ആധാരമായി ഉപയോഗിക്കുന്നത്. ദ മദർ ഓഫ് ഓൾ ചർച്ചസ് എന്നാണ് പരിശുദ്ധ അന്ത്യോഖ്യൻ സുറിയാനി സഭയെ വിശേഷിപ്പിക്കുന്നത്. It has the first and finest liturgy in Christendom എന്നാണ് ആഗമന സഭകളിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും അക്ലെയിം ചെയ്യുന്നത്. മലങ്കരയിലെ യാക്കോബായ സുറിയാനി സഭയിൽ ആദികാലം മുതൽ ഇന്നുവരെയും ഉപയോഗിക്കുന്ന വിശുദ്ധ മൂറോൻ തൈലമാണ് അതേപ്പറ്റിയാണ് നാം ആദ്യമായി ചിന്തിക്കുന്നത്. ഒന്നാമതായി വിശുദ്ധ മൂറോൻ കൂദാശയും പള്ളി കൂദാശയും എന്ന വിഷയത്തെപ്പറ്റി ചിന്തിക്കാം. വിശുദ്ധ യാക്കോബായ സുറിയാനി സഭയിൽ പരമ്പരാഗതമായി ഉപയോഗിക്കപ്പെട്ട് വരുന്ന തൈലങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനമായതും വിശുദ്ധമായതും വിശുദ്ധ മൂറോൻ തൈലം ആകുന്നു. അന്ധന്മാർക്ക് കാഴ്ചയും അടിമകൾക്ക് മോചനവും നൽകുവാൻ അഭിഷേകം ചെയ്ത് അയക്കപ്പെട്ടവനായ ദൈവം തമ്പുരാൻ ദൈവപുത്രൻ ദൈവിക നൽവരങ്ങളുടെ പൂർത്തീകരണത്തിനായി പരിശുദ്ധ മൂറോൻ്റെ മർമ്മം പരിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകുകയും വിശുദ്ധ സഭ വഴിയായുള്ള തൻ്റെ മനുഷ്യാവതാര രഹസ്യങ്ങളുടെ സാന്നിധ്യപരമായ പൂർത്തീകരണത്തിനായി വിശുദ്ധ മൂറോൻ കൂദാശ നടത്തുവാൻ വിശുദ്ധ റൂഹ വഴി അവരെ ഏർപ്പാടാക്കുകയും ചെയ്തു. അപരാധ്യമായി നടത്തിയ വിശുദ്ധ മൂറോൻ കൂദാശയുടെ തുടർച്ചയാണ് ഇന്ന് വിശുദ്ധ സഭയിൽ നടത്തുന്ന ഈ അതിവിശുദ്ധ കൂദാശ. വിശുദ്ധ മൂറോൻ കൂദാശ എന്നത് വിശുദ്ധ മൂറോൻ തൈലത്തിൻ്റെ സുദീർഘമായ 2 ശുശ്രൂഷാക്രമങ്ങളുടെ പൂർത്തീകരണം വഴിയുള്ള വാഴ്ത്തലും ഏതാണ്ട് 5-5.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു കൂദാശയാണിത്. വാഴ്ത്തലും പള്ളി കൂദാശ എന്നത് വിശുദ്ധ മൂറോൻ തൈലം ഉപയോഗിച്ചുള്ള ദേവാലയത്തിൻ്റെ ശുദ്ധീകരണവുമാകുന്നു. വിശുദ്ധ സഭയുടെ പ്രധാന പുരോഹിതൻ്റെ പ്രധാന കാർമ്മികത്വത്തിലാണ് വിശുദ്ധ മൂറോൻ കൂദാശ നടത്തുന്നത്. അതായത് പരിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിൽ ശ്ലൈഹിക സിംഹാസനത്തിൽ വാണരുളുന്ന പരിശുദ്ധ പത്രിയർക്കീസ് ബാവാമാരാണ് കാലാകാലങ്ങളിൽ ഈ വിശുദ്ധ ഈ കൂദാശ നടത്തുന്നത്. പഴയ നിയമ മൂറോൻ അടുത്ത ഹെഡിങ്. പഴയ നിയമസഭാ സ്ഥാപനത്തിൻ്റെ ദൈവീക രഹസ്യങ്ങൾ തൻ്റെ പ്രവാചകനായ മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തുകയും താൻ മൂലം പഴയ നിയമസഭയിൽ ഈ വിശുദ്ധ മൂറോൻ്റെ വിശുദ്ധ രഹസ്യങ്ങൾ ഏർപ്പാടാക്കുകയും ചെയ്തു. സമാഗമന കൂടാരവും സാക്ഷിപ്പെട്ടകവും അവയുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ ഉപകരണങ്ങളും ദൈവകൽപ്പന പ്രകാരം മോശ ഉണ്ടാക്കി. ഇവയുടെ ശുദ്ധീകരണത്തിനും തലമുറയായി ദൈവിക ശുശ്രൂഷ നടത്തുന്ന പുരോഹിതന്മാരുടെയും ദർശനക്കാരുടെയും രാജാക്കന്മാരുടെയും അഭിഷേകത്തിനും വേണ്ടി തൈലക്കാരൻ്റെ വിദ്യപ്രകാരം മേൽത്തരമായ സുഗന്ധവർഗമായി വിശുദ്ധ മൂറോൻ ഉണ്ടാക്കുവാൻ ദൈവം മോശയോട് അരുളി ചെയ്തു. നിർമ്മലമായ തൈലവും സൗരഭ്യ ഔഷധങ്ങളും കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഈ വിശുദ്ധ തൈലത്തിൻ്റെ കൽപ്പിതമായ ചേരുവകൾ
വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുക. 1 ഒലിവെണ്ണ 1 ഹീൻ, 2 അയഞ്ഞ മൂര് 500 ശേക്കൽ, 3 വഴനത്തൊലി 500 ശേക്കൽ, സുഗന്ധ ലവംഗം 250 ശേക്കൽ. യഹോവയ്ക്ക് വിശുദ്ധമായി അഭിഷേക തൈലം മനുഷ്യരുടെ ദേഹത്തിൽ ഒഴിക്കരുത്. അതിൻ്റെ യോഗപ്രകാരം അതുപോലുള്ളത് ഉണ്ടാക്കുകയും വരുത് എന്ന് ദൈവം കൽപ്പിച്ചു. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ കാണുക. മൂറോൻ അണിയാത്തോൻ സഭയിൽ പ്രവേശിക്കുവാൻ പാടില്ല എന്ന് പോലുമുള്ള നിയമമുണ്ടായിരുന്നു. അപ്പോൾ ഈ മൂറോൻ്റെ പ്രാധാന്യം, പഴയ നിയമ മൂറോൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. മോശ മുതൽ യോഹന്നാൻ സ്നാപകൻ വരെയുള്ള എല്ലാ പ്രധാനാചാര്യന്മാരും പ്രവാചകന്മാരും രാജാക്കന്മാരും ഇതിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു. കർത്താവിൻ്റെ ക്രൂശാരോഹണ ഹേതുവായി യഹൂദന്മാരിൽ നിന്ന് രാജത്വവും പ്രവചനപരവും പൗരോഹിത്യവും നീങ്ങിപ്പോയതോടൊപ്പം തന്നെ ഈ വിശുദ്ധ തൈലവും നീക്കപ്പെട്ടു, ഇല്ലാതായി. വിശുദ്ധ മൂറോൻ കൂദാശയിലെ താഴെ കാണുന്ന ഗീതത്തിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. അത് ഞാൻ പാടട്ടെ. ദേവാലയമറചിന്തുകയാൽ പൗരോഹിത്യമതും തൈലക്കുമ്പിൻ നാഷ്ടത്താൽ രാജസ്ഥാനമതും യുധജനത്തിൽ നിന്നുടയോന്നീശേഷം നീക്കി ഇൻഗോതിലെ മുന്തിരി വിളയെ ധൂളിച്ചോന്ധന്യൻ. ഇത് വിശുദ്ധ മൂറോൻ കൂദാശയുടെ നിരവധി പാട്ടുകളിൽ ഒരു പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ മാത്രമാണ്. ഇനിയും വിശുദ്ധ സഭയിലെ ആദ്യ മൂറോൻ കൂദാശയെപ്പറ്റി നോക്കുക. കർത്താവേശു മിശിഹായുടെ ഉയർപ്പിനും പെന്തിക്കോസ്തിക്കും ശേഷം പരിശുദ്ധ ശ്ലീഹന്മാർ വിശുദ്ധ മൂറോൻ വിശുദ്ധ സഭയിൽ ആദ്യമായി കൂദാശ ചെയ്തു. കർത്താവിൻ്റെ ഖബറിൽ നിന്നും ശേഖരിച്ച സുഗന്ധവർഗങ്ങളും ഒലിവെണ്ണയും ചേർത്ത് സെഹിയോൻ മാളികയിൽ വെച്ച് പരിശുദ്ധ ശ്ലീഹന്മാർ വിശുദ്ധ മൂറോൻ തൈലം വാഴ്ത്തുകയും വിശുദ്ധ മാതാവിൻ്റെ നാമത്തിലുള്ള ലോകത്തിലെ ആദ്യ ദേവാലയമായി ഈ മാളിക കൂദാശ ചെയ്യുകയും ചെയ്തു. തുടർന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ, കർത്താവ് ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ, മാതാവിനെ കർത്താവിൻ്റെ ക്രൂശാരോഹണത്തിന് ശേഷം സംരക്ഷിച്ച ആ സ്നേഹവത്സലനായ ശിഷ്യൻ വിശുദ്ധ മാതാവിനെ മാമോദീസ മുക്കി വിശുദ്ധ മൂറോൻ അഭിഷേകം ചെയ്തു. ആദ്യ കുർബാന കർത്തൃ സഹോദരൻ യാക്കോബ് നടത്തി. അന്നു മുതൽ ഇന്നുവരെയും വിശുദ്ധ സഭയിലെ വിശുദ്ധ ദേവാലയങ്ങൾ വിശുദ്ധ മൂറോൻ ഉപയോഗിച്ച് കൂദാശ ചെയ്യുന്നു. ഈ കൂദാശയോടൊപ്പമാണ് തബിലൈത്തായും വിശുദ്ധ മൂറോൻ കൊണ്ട് കൂദാശ ചെയ്യപ്പെടുന്നത്. തബിലൈത്ത എന്ന് പറയുന്നത് 2 സുറിയാനി വാക്കുകൾ ചേർന്ന ഒരു പേരാണ്. തൂബോലയിത്തോ, വാഴ്ത്തപ്പെട്ട സഭ എന്നാണ് അർത്ഥം. വിശുദ്ധ ത്രോണോസിന്മേൽ വിശുദ്ധ തബിലൈത്ത വെച്ചിട്ടാണ് കാസായും വിലാസായും അതിന്മേൽ വെച്ച് വിശുദ്ധ കുർബാന ചെല്ലുന്നത്. ഈ തബിലൈത്ത കൂദാശ ചെയ്യുന്നത് പള്ളി കൂദാശയോടൊപ്പം മാത്രമാകുന്നു. ആവശ്യമായ തബിലൈത്താകൾ കൂദാശ ചെയ്ത് വയ്ക്കും, പുതിയ പള്ളികൾ തുടങ്ങുമ്പോൾ ഉപയോഗിക്കുക. ഇനിയും അടുത്തതായി മലങ്കര സഭയിൽ വിശുദ്ധ കൂദാശകൾ എപ്പോഴൊക്കെ നടന്നിട്ടുണ്ട് എന്ന് നോക്കാം. കഴിഞ്ഞ 2000 വർഷത്തോളം പഴക്കമുള്ള മലങ്കര സഭയിൽ ഇന്നേയോളം 4 പ്രാവശ്യം മാത്രമാണ് ഈ കൂദാശ നടത്തിയിട്ടുള്ളത്. 3 പത്രിയർക്കീസന്മാരും 3 പള്ളികളും ഇവയുമായി താഴെ കാണും പ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു. 1
1051 ചിങ്ങം 15 പരിശുദ്ധ പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ പ്രധാന കാർമ്മികനായി നടത്തി. അത് നടത്തിയത് മുളന്തുരുത്തിയിൽ വിശുദ്ധ മാർത്തോമൻ പള്ളിയിൽ വെച്ചാണ്. ഈ പള്ളിയാണ് വിശുദ്ധ മലങ്കരയിലെ ആദ്യ മെഹ്റാൻ കൂദാശയ്ക്ക് സാക്ഷിയായത്. അതിൽ നിന്നാണ് ഇന്ന് പരിശുദ്ധ പാത്രിയർക്കീസിൻ്റെ മക്കളെ അട്ടിയോടിക്കുവാൻ എതിർകക്ഷികൾ ശ്രമിക്കുന്നത് എന്നും പറഞ്ഞുകൊള്ളത്. രണ്ടാമത്തെ മെഹ്റാൻ കൂദാശ 1911 ഓഗസ്റ്റ് മാസം 10 അതും പരിശുദ്ധ ഇഗ്നാത്തിയോസ് അബുദേദാലോഹോ പാത്രിയർക്കീസിൻ്റെ പ്രധാന കാർമ്മികത്വത്തിലാണ് നടന്നത്. അബുദേദാലോഹോ എന്ന് പറഞ്ഞാൽ, അബുദോ എന്ന് പറഞ്ഞാൽ സെർവൻറ്റ്, ആലോഹോ ദൈവം, ദൈവത്തിൻ്റെ ദാസൻ എന്നാണ് അർത്ഥം. ഈ ദൈവദാസനായ ഇഗ്നാത്തിയോസ് അബുദേദാലോഹോ പാത്രിയർക്കീസ് മലങ്കരയിലെ രണ്ടാമത്തെ കൂദാശ ചെയ്യുന്നതും വിശുദ്ധ മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ വെച്ചാകുന്നു. കാണുക, ഈ പള്ളിക്ക് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായും പാത്രിയർക്കീസിൻ്റെ അനുയായികളായ യാക്കോബായക്കാരെന്ന് വിളിക്കപ്പെടുന്ന ആ ദിവ്യജനവും ആയുള്ള ബന്ധം കാണുക. മൂന്നാമത്തെ മെഹ്റാൻ കൂദാശ 1982 ഫെബ്രുവരി 27 അത് നടത്തിയത് അന്ത്യോഖ്യയുടെ പാത്രിയർക്കീസായ സാഖാപ്രഥമൻ ആകുന്നു. അത് നടത്തിയത് നമ്മുടെ മരിയൻ കേന്ദ്രമായ വിശുദ്ധ മർത്തമറിയം മണർകാട് പള്ളിയിൽ വെച്ചാണ്. നാലാമത്തെ മെഹ്റാൻ കൂദാശ നടത്തിയത് 2004 സെപ്റ്റംബർ മാസം 25 പരിശുദ്ധ സാഖാപ്രഥമൻ പാത്രിയർക്കീസ് ബാവ തന്നെ. അത് നടത്തിയത് മാർത്തോമൻ പള്ളി കോതമംഗലത്ത് വെച്ചാണ്. ഈ പള്ളി പിടിക്കുവാനാണ് ഒരു റമ്പാച്ചൻ്റെ നേതൃത്വത്തിൽ 4-5 പേര് അടങ്ങുന്ന ഓർത്തഡോക്സ് സഭ അംഗങ്ങൾ ശ്രമിക്കുന്നത്. ആയിരങ്ങൾ പരിശുദ്ധ പാത്രിയർക്കീസിൻ്റെ കീഴിൽ സത്യവിശ്വാസം നിലനിർത്തുവാൻ വേണ്ടി സ്ഥാപിച്ച പള്ളി 3-4 പേർക്ക് വേണ്ടി വിട്ടുകൊടുക്കാനാകുമോ എന്ന് ഒരു ചോദ്യം കൂടെ ഈ കൂട്ടത്തിൽ ചോദിക്കട്ടെ. മലങ്കരയിലെ ആദ്യ കൂദാശയ്ക്ക് മുമ്പുള്ള വിശുദ്ധ മെഹ്റാൻ പരിശുദ്ധ അന്ത്യോഖ്യ സിംഹാസനത്തിൽ നിന്നും കൊണ്ടുവരപ്പെട്ടിരുന്നു കാലാകാലങ്ങളിൽ എന്നും നാം അറിഞ്ഞിരിക്കണം. ഇനിയും വിശുദ്ധ മെഹ്റാൻ്റെ ചേരുവകളിലേക്ക് കിടക്കാം. വിശുദ്ധ മെഹ്റാൻ എങ്ങനെയാണ് കൂദാശ ചെയ്യപ്പെടുന്നത്, ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇത്തരം അറിവുകൾ സാധാരണക്കാർക്ക് ലഭ്യമല്ല. വിശുദ്ധ വേദപുസ്തകത്തിലെ പുതിയ നിയമസഭയിലെ സ്ത്രീഹന്മാർ മെഹ്റാൻ ഉണ്ടാക്കിയതിൻ്റെ വിശദാംശങ്ങളൊന്നും വേദപുസ്തകത്തിലില്ല. അത് വിശുദ്ധ സഭയുടെ ലിറ്ററേച്ചറിൽ നിന്ന് വേണം മനസ്സിലാക്കുവാൻ. വിശുദ്ധ മെഹ്റാൻ കൂദാശയ്ക്ക് പ്രത്യേക ക്രമമുണ്ട്. ആ ക്രമം പരിശുദ്ധ അന്ത്യോഖ്യ സിംഹാസനത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്. മറ്റുള്ള വിശുദ്ധ കുർബാനാക്രമം, മാമോദീസാക്രമം തുടങ്ങിയ കൂദാശാക്രമങ്ങൾ പോലെ തന്നെ വിശുദ്ധ മെഹ്റാൻ്റെ കൂദാശാക്രമവും എല്ലാം പരിശുദ്ധ അന്ത്യോഖ്യ സിംഹാസനത്തിൽ ലഭിച്ചിട്ടുള്ളവരാണ്. അതുതന്നെയാണ് മെത്രാൻ കക്ഷികളും ഉപയോഗിക്കുന്നത്. അവർക്ക് പ്രത്യേകമായി ഒരു കുർബാന തക്സയോ മെഹ്റാൻ കൂദാശക്രമമോ മാമോദീസാക്രമമോ ശവസംസ്കാരക്രമമോ ക്രിസ്തുമസിൻ്റെ ക്രമമോ ഉയർപ്പിൻ്റെ ക്രമമോ ഉശാനയുടെ ക്രമമോ അങ്ങനെയുള്ള ക്രമങ്ങൾ യാതൊന്നുമില്ല. എല്ലാം പരിശുദ്ധ അന്ത്യോഖ്യ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നിട്ടുള്ളവരാണ് എന്നും നാം അറിഞ്ഞിരിക്കുക. ഇനിയും വിശുദ്ധ മെഹ്റാൻ്റെ ചേരുവകളിലേക്ക് കടക്കാം. അതിനുപയോഗിക്കുന്ന സാധനങ്ങൾ: 1 ഒലിവെണ്ണ. അത് ഒലിവിൻ്റെ കായ്കളിൽ നിന്ന് എടുക്കുന്നതാണ്. അത് 400 സൂസോ. ഒലിവിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ഓലിയ യൂറോപ്പിയ. 2 ജടാമാഞ്ചി.
അത് കിഴങ്ങാണ്. അത് 60 സൂസോ. നാർഡോസ്റ്റാക്കിസ് ജഡാമാംസ് എന്നാണ് ബൊട്ടാണിക്കൽ നെയിം. 3 ക്ലവ് കരയാമ്പു, അതിൻ്റെ ഫ്ലവർ ബഡ് ഉപയോഗിക്കുന്നു. പൂമട്ട് 20 സൂസോ. യുജീനിയ കാരിയോഫിലേറ്റ എന്ന പേര്. അടുത്തത് ജാതിക്ക നട്ട്മഗ്, അതിൻ്റെ കായ് ഉപയോഗിക്കുന്നു. 20 സൂസോ. മെരിസ്റ്റിക്ക ഫ്രേഗ്രൻസ് എന്ന പേര്. അടുത്തത് കുങ്കുമം സാഫ്രോൺ, ഫ്ലവർ പൂവാണ് ഉപയോഗിക്കുന്നത്. അതും 20 സൂസോ. ക്രോക്കസ് സറ്റൈവേഴ്സ് എന്ന പേര്. അടുത്തത് ചുക്ക് ജിഞ്ചർ, അതിൻ്റെ കിഴങ്ങാണ് ഉപയോഗിക്കുന്നത്. റൈസോം, അത് 20 സൂസോ. സിഞ്ചർ ഒഫീഷനയിൽ എന്ന പേര്. അടുത്തത് കുരുമുളക് പെപ്പർ സീഡ്, അതിൻ്റെ കായാണ്. 20 സൂസോ. പൈപ്പർ നൈഗ്രം എന്ന നാമം. അടുത്തത് കറുവ, അതിൻ്റെ പട്ടയാണ് ഉപയോഗിക്കുന്നത്. അത് 50 സൂസോ. സിനമോമം വീറ എന്നാണ് ഞങ്ങളെ ശാസ്ത്രജ്ഞന്മാർ അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതിൽ 2 മുതൽ 8 വരെയുള്ള ദ്രവ്യങ്ങൾ പൊടിച്ച് ശുദ്ധമായ ഒലിവെണ്ണയിൽ ചേർത്ത് കുപ്പികളിലാക്കുന്നു. ഒരു ചെമ്പ് പാത്രത്തിൽ ഇരുമ്പ് നൂൽക്കമ്പി കൊണ്ട് കുപ്പികൾ തൂക്കിയിട്ട ശേഷം തിളയ്ക്കുന്ന വെള്ളത്തിൽ ആവിയിൽ 3 മണിക്കൂർ സമയം വേവിക്കുന്നു. അതിനുശേഷം 60 സൂസോ പച്ച ഞെരിയാസ്, അതിന് സ്റ്റോറാക്സ് എന്നാണ് പേര്, പച്ച ഞെരിയാസ് കുപ്പികളിൽ ചേർത്ത് വീണ്ടും 1 മണിക്കൂർ തിളപ്പിക്കുന്നു. ആകെ 33 മണിക്കൂർ നേരം ഈ സുഗന്ധദ്രവ്യങ്ങളുടെ ആ സുഗന്ധ അന്തം ഈ ഒലിവെണ്ണയിലേക്ക് പകർത്തുന്നു. 33 മണിക്കൂർ എന്ന് പറയുന്നത് കർത്താവ് യേശു മിശിഹ ഈ ലോകത്തിൽ ജീവിച്ച വർഷങ്ങളുടെ എണ്ണമാണ് എന്നും ധരിക്കുക. വിശുദ്ധ മൂറോൻ കൂദാശ നടത്തുന്ന ദിവസം ഈ കുപ്പികൾ വിശുദ്ധ ദേവാലയത്തിലെ ബസിലിക്ക മുറിയിൽ കൊണ്ടുവയ്ക്കുന്നു. ബാലനൈറ്റിസ് ഈജിപ്തിയാക്ക എന്ന ചെടിയുടെ വിളയാത്ത അരിയിൽ നിന്നും ഉണ്ടാക്കുന്ന ബൽസാമോൻ എന്ന വിശിഷ്ട തൈലം 200 സൂസോ കൊണ്ടുവന്ന് അതോടൊപ്പം വയ്ക്കുന്നു. ജനത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കത്തക്കവണ്ണം ഇവയിരിക്കുന്ന ഭാഗം ഒരു തിരശീല കൊണ്ട് മറയ്ക്കുന്നു. നമുക്കൊക്കെ അറിയാം, നമ്മുടെ ദേവാലയങ്ങൾ സാധാരണ മറച്ചിരിക്കുകയാണ് തിരശീല കൊണ്ട്. വിശുദ്ധ കുർബാന സമയത്തും പ്രധാനമായ ശുശ്രൂഷാ ഭാഗങ്ങൾ വരുമ്പോൾ മറയിടുന്നുണ്ട്. അത് നമുക്കൊക്കെ അറിയാം. അത് അതിവിശുദ്ധ രഹസ്യങ്ങളാകയാൽ ഈ രഹസ്യ സമ്പൂർണ്ണത വരുത്തുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു രീതിയാണ്. പരിശുദ്ധ സഭയിൽ ആദികാലം മുതൽ സുറിയാനി സഭയിൽ ഇത് ഉണ്ട്. ഇതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. തിരുവനന്തപുരത്ത് പാത്രിയർക്കീസ് വിഭാഗത്തിന് പള്ളിയില്ലാതെ ഇരിക്കുമ്പോൾ സഭാതർക്കം മൂലം ഞങ്ങൾ കുറേ പേര് മാറി നിൽക്കുമ്പോൾ കുർബാന ചെല്ലുവാനായിട്ടുള്ള സൗകര്യമില്ലാഞ്ഞതുകൊണ്ട് മാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ അടുത്ത് ചെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം തുറന്ന മനസ്സോട് എന്നോട് പറഞ്ഞു, സാറേ, നിങ്ങൾ ഞങ്ങളുടെ പാളയം പള്ളിയിൽ കുർബാന ചൊല്ലിക്കൊള്ളുക. അതനുസരിച്ച് ആ തിരുമേനി തന്നെ തിരശീലയില്ലായിരുന്ന ആ പള്ളിയിൽ സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് അവിടെ ഒരു തിരശീല ഞങ്ങൾക്കായി ഏർപ്പാടാക്കി എന്നുള്ള ആ രഹസ്യവും ഇത്തരുണത്തിൽ വെളിപ്പെടുത്തിട്ട് ആ വിശുദ്ധ മധുബഹായിലാണ് തിരുവനന്തപുരത്തുള്ള പാത്രിയർക്കീസ് പക്ഷക്കാർ ആദ്യമായി കോൺഗ്രിഗേഷൻ ഉണ്ടാക്കി അവിടെ പെരുമ്പള്ളി തിരുമേനി വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചത്. ആ വിശുദ്ധ കുർബാനയിൽ അവസാന ഭാഗത്തെ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ സംബന്ധിച്ചിരുന്നു. ഇരുവരുടെയും കൈമുത്തിയാണ് ഞങ്ങൾ ആ കുർബാനയുടെ അവസാനം വീട്ടിലേക്ക് പോയത്. ഇത് സാന്ദർഭികമായി പറഞ്ഞെന്നേ ഉള്ളൂ. ഇനിയും വിശുദ്ധ മൂറോൻ കൂദാശയിലേക്ക് തിരിച്ചു വരട്ടെ. പരിശുദ്ധ സുറിയാനി സഭയിലെ വിശുദ്ധ മൂറോൻ കൂദാശക്രമത്തെ പറ്റിയാണ് ഇനിയും നാം അറിഞ്ഞിരിക്കേണ്ടത്. പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ് കാർമ്മികനും
സഹകാർമ്മികരും അംശവസ്ത്രങ്ങൾ ധരിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഗൂഢാർത്ഥത്തിൽ കാർമ്മികൻ്റെ അംശവസ്ത്രങ്ങൾ വെളുത്ത നിറം ആയിരിക്കും. ആദ്യം നിറമുള്ളതും പിന്നീട് മൂറോൻ്റെ ത്രോണോസിന്മേൽ വെച്ചുള്ള ആഘോഷ സമയത്ത് വെള്ളയും ധരിക്കുന്ന പതിവുമുണ്ട്. വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിൽ കാണും പ്രകാരം ദൈവസിംഹാസനത്തിൻ്റെ ചുറ്റും 24 മൂപ്പന്മാരെ വെള്ളയങ്കികൾ ധരിച്ചുകൊണ്ടും സ്വർണ്ണ കിരീടങ്ങൾ ധരിച്ച് സ്വർണ്ണ ധൂപകലശങ്ങളുമായി പരിശുദ്ധൻ 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 എന്ന് രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ദർശനത്തിൽ കണ്ട ഒരു രംഗമുണ്ട്. വെള്ളക്കുപ്പായമാണ് അവർ ഇട്ടിരിക്കുന്നത്. ഹെവോറോ എന്ന് പറഞ്ഞാൽ വെള്ള ശുദ്ധിയുടെ പ്രതീകമാണ്. അത് നാം അറിഞ്ഞിരിക്കണം. അംശവസ്ത്രധാരിയായി പ്രധാനാചാര്യൻ അഥവാ റീശായ് കൊഹനോ വിശുദ്ധ മദ്ബഹായിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നു. പരികർമ്മികളായ മേൽപ്പട്ടക്കാരും കാശീശന്മാരും യൗപ്പതിയക്കനന്മാരും മറ്റും അംശവസ്ത്രങ്ങൾ ധരിച്ച് മദ്ബഹായിലും അഴിക്കകത്തും ഭീമായിലും 3 ഗൂദാകളായി നിൽക്കുന്നു. ത്രോണോസിൽ ആവശ്യമുള്ള തിരികൾ കത്തിച്ച ശേഷം കുർബാന ആരംഭിക്കുന്നു. മലങ്കരിയിൽ പരിശുദ്ധ പാത്രിയർക്കീസിനോടൊപ്പം പരിശുദ്ധ എന്ന് ഞാൻ വിളിക്കുകയില്ല, ശ്രേഷ്ഠ കാതോലിക്ക ബാവായും ആരെയും പരിശുദ്ധ എന്ന് വിളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ശ്രേഷ്ഠ ബാവ എന്നാണ് യാക്കോബായ സുറിയാനി സഭ അഭിസംബോധന ചെയ്യുന്നത്. ബാവായും 2ാമത്തെ പ്രധാന കാർമ്മികനായി ഇതിൽ സംബന്ധിച്ചു ഉപതമംഗലത്ത്. ഇനിയും 2 ശുശ്രൂഷകളായി ഈ ക്രമം നടത്തുന്നത്. 2ാമത്തേതാണ് തൈല ശുദ്ധീകരണം. ഇതാണ് പ്രധാനപ്പെട്ടത്. 2ാമത്തേതിനുള്ള ഒരുക്കം മാത്രമാണ് 1ാമത്തെ ശുശ്രൂഷാ ഭാഗം. ഇനിയും 1ാം ശുശ്രൂഷയെപ്പറ്റി പറയാം. പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം യാമപ്രാർത്ഥന തികച്ചിട്ട് മാത്രമേ വിശുദ്ധ കുർബാന ചൊല്ലുകയുള്ളൂ. അതുപോലെ തന്നെയാണ് വിശുദ്ധ മൂറോൻ ക്രമത്തിൻ്റെയും കാര്യം. വിശുദ്ധ മൂറോനും വിശുദ്ധ കുർബാനയും ആണ് വിശുദ്ധ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശകളെന്ന് നാം അറിഞ്ഞിരിക്കുക. പരിശുദ്ധ പിതാക്കന്മാരെപ്പറ്റി നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: പുണ്യമെഴും രക്തശരീരങ്ങൾ നിർമ്മലമൂറോൻ തൈലമതും വിമലതയെ സഭയിൽ ചേർത്തിയിടും 3 മഹാരഹസ്യങ്ങൾ താൻ സത്താനവളുടെ നിർമ്മലത കണ്ടാറേ വിറയൽ പൂണ്ടു. കർത്താവ് അവളെ കാക്കുകയാൽ പോരിൽ ഞാൻ ലജ്ജിക്കുന്നേൻ എന്നേവം ചൊല്ലിക്കേണേൻ. സാത്താന് വിലപിക്കുന്ന ഈ 3 കൂട്ടം കാര്യങ്ങളുടെ സാന്നിധ്യത്തിലാണ് എന്നർത്ഥം. ഇനി പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം 8 മസുമൂറാകളും, അതായത് സങ്കീർത്തനം 23, 45, 89, 92, 84, 76, 99, 110 അവ ഓരോന്നിൻ്റെയും കോലോകളും പ്രാർത്ഥനകളും തുടർന്ന് 8 കോനൂനാകളും അവയുടെ സ്ത്രീക്കൂനാകളും പ്രാർത്ഥനകളും ചൊല്ലുന്നു. ഇവിടെ 8ൻ്റെ പ്രാധാന്യം അറിഞ്ഞിരിക്കുക. അത് പിന്നാലെ വിശദീകരിക്കാം വേറൊരു ക്ലാസ്സിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. രക്ഷയുടെ സംഖ്യയാണ്. 6 സൃഷ്ടിയുടെ സംഖ്യ, 7 ജീവൻ്റെ സംഖ്യ, 8 രക്ഷയുടെ സംഖ്യ. ഇവ ഓരോന്നും വളരെ വിശദമായി വിശുദ്ധ വേദപുസ്തക ശരണമായും വിശുദ്ധ സഭാശാസ്ത്ര സംബന്ധമായും കൗദാശിക ശാസ്ത്ര സംബന്ധമായും വളരെ പ്രാധാന്യമുള്ള സംഖ്യകളാകുന്നു. അവ നമുക്ക് പിന്നാലെ കാണാം. ഇനിയും ഇത് വളരെ ദീർഘമായ ഒരു ക്രമമാണെന്ന് പറഞ്ഞല്ലോ. ഏതാണ്ട് 5.5-6 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ക്രമമാണ്.
അതിലെ പാട്ടുകളുണ്ട്, സദറാവായനകളുണ്ട്, ചെറിയ ചെറിയ പ്രാർത്ഥനകളുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ ഒന്നാം ക്രമത്തിൽ സദറാവായനയ്ക്ക് ശേഷം ഒരു മേൽപ്പട്ടക്കാരൻ ധൂപക്കുറ്റിയുമായി പുറപ്പെട്ട് വിശുദ്ധ മദ്ബഹായിൽ വീശിയ ശേഷം പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നു. കർത്താവിൻ്റെ വഴിയൊരുക്കിയ യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷയുടെ സൂചനയാണിത്. നമ്മുടെ ഈ കൂദാശകളിലെല്ലാം ചരിത്രപരമായ വസ്തുതകളുടെ ഒരു സ്വാംശീകരണവുമുണ്ട്. അതിൽപ്പെട്ടതാണ് ഇത്. യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷയെ സൂചിപ്പിച്ച് കർത്താവിൻ്റെ വഴിയൊരുക്കുവീൻ, അവൻ്റെ പാതകളെ നിരപ്പാക്കുവീൻ എന്ന് ആർത്തട്ടഹസിച്ച് പറഞ്ഞ ആ വാക്യങ്ങളെ ഓർത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇനിയും രണ്ടാം പ്രദക്ഷിണത്തിനുള്ള പാത നിരപ്പാക്കാനാണ് ഇത് ചെയ്യുന്നത്. ഇതിനുശേഷം താഴെ കാണുന്ന പഴയ നിയമ വായനകൾ നടത്തുന്നു. എല്ലാ വായനകളും വിശുദ്ധ തൈലവുമായി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധപ്പെട്ടതാകുന്നു. പരിശുദ്ധ പിതാക്കന്മാരുടെ വേദവിജ്ഞാനം അപാരവും അവർണ്ണനീയവുമാകുന്നു. വേദപുസ്തകത്തിൽ നിന്ന് പ്രത്യേകമായി തിരഞ്ഞെടുത്ത വായനകളാണ് ഇവിടെ വായിക്കുന്നത്. അതായത് പഴയ നിയമ വായനകൾ. അതേതൊക്കെയാണ് എന്നും കൂടെ ഞാൻ പറയാം. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. താല്പര്യമുള്ളവർ ഇതെടുത്ത് വായിച്ച് മനസ്സിലാക്കിക്കണം. മോറോൻ കൂദാശയുടെ ബന്ധത്തിലുള്ള ബൈബിൾ വാക്യങ്ങളാണ്. ഉൽപ്പത്തി 28:10 മുതൽ 22 വരെ, പുറപ്പാട് 30:22-33, സംഖ്യാപുസ്തകം 6:22-27, 1 ശമൂവേൽ 16:1 മുതൽ 13 വരെ, സങ്കീർത്തനങ്ങൾ 45 1 മുതൽ 22 വരെ, 1 രാജാക്കന്മാർ 1-ാം അധ്യായം 32 മുതൽ 39 വരെ, ഉത്തമഗീതം ചാപ്റ്റർ 1-12 വേഴ്സസ്, 2 രാജാക്കന്മാർ ചാപ്റ്റർ 9 1-6, ഹസ്കിയേൽ 20 3 മുതൽ 8 വരെ, 39-42, യെശയ്യാവ് 61-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഇത് നമസ്കാരമേശയിൽ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് വായിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിലെ പൂർവ്വൻ കൂദാശയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഗതികളും ഇവിടെ അവതരിപ്പിച്ച് ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പഴയ നിമിത്ത കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ച് മനസ്സിലാക്കുന്ന എന്തിനാ? ടു നോ ഹൗ വി അറൈവ്ഡ് അറ്റ് വെയർ വി ആർ ടുഡേ എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി അടുത്തത് കലർത്തൽ. തുടർന്ന് പാത്രിയർക്കീസ് ബാവ മദ്ബഹായിൽ പ്രവേശിച്ച് സുഗന്ധ തൈലത്തിൽ ബൽസാമോൻ തൈലം കലർത്തുന്നു. അപ്പോൾ സംയോജന രഹസ്യം സൂചിപ്പിക്കുന്ന ഗാനങ്ങൾ പാടുന്നു. ലുത്തിനിയ വായനയ്ക്ക് ശേഷം രണ്ടാമത്തെ പ്രദക്ഷിണം മുന്നമേ ശുദ്ധീകരിച്ച പാതയിൽ കൂടി താഴെ കാണുന്ന ക്രമത്തിൽ നടത്തുന്നു. എത്രയോ മഹത്തരമായ ദൈവികമായൊരു ശുശ്രൂഷയാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാം പ്രദക്ഷിണ ക്രമം ആണ് ഞാനിവിടെ വിവരിക്കുന്നില്ല, മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. 1. മൂറോൻ പാത്രം കാപ്പയുടെ ഉള്ളിൽ നെഞ്ചോട് ചേർത്ത് വഹിക്കുന്ന പ്രധാന പുരോഹിതൻ, അതായത് പാത്രിയർക്കീസ്. കുബ്സായ്ക്കുള്ളിൽ, കുബ്സായ എന്ന് പറയുന്ന ഇതിനു വേണ്ടി പ്രത്യേകമുണ്ടാക്കിയ ഒരു മറയാണ്. വേറെ ആരും കാണാതിരിക്കാനായിട്ട് 4 വശവും തുണി കൊണ്ടോ എങ്ങനെയെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. പരിശുദ്ധ പാത്രിയർക്കീസ് മാത്രം അതിനകത്ത് നിൽക്കും. 2. കുബ്സായ്ക്ക് ചുറ്റുമായി 12 ശംശോനിയന്മാർ 12 മറുഹസാകൾ കൊണ്ട് അതിനെ മറയ്ക്കത്തക്കവണ്ണം പിടിക്കുന്നു. ശംശോനം എന്ന് പറഞ്ഞാൽ ശുശ്രൂഷക്കാർ, അതായത് ഷമ്മാശന്മാർ. 3. 12 യൗഫദിയക്കിനിയന്മാർ കത്തിച്ച മെഴുകുതിരിയും പിടിച്ച് കൊണ്ട് കുബ്സായ്ക്ക് മുമ്പിൽ 2 നിരയായി നിൽക്കുന്നു. 4. 12 പട്ടക്കാർ കാശീശന്മാർ ധൂപക്കുറ്റികൾ വഹിച്ചുകൊണ്ട്
ഹുബ്സായുടെ ഇരുവശങ്ങളിലായി നിൽക്കുന്നു. ധൂപക്കുച്ചിയിൽ കുന്തിരുക്കമിട്ട് ധൂപം വീശിക്കൊണ്ടാണ് നിൽക്കുന്നത്. അടുത്തത്, എല്ലാറ്റിനും മുമ്പിൽ ഒരു കശീശ, ഒരു പട്ടക്കാരൻ കുരിശ് വഹിച്ചുകൊണ്ട് നിൽക്കുന്നു. 6, അതിന് പിന്നിൽ ഒരു കശീശ, പട്ടക്കാരൻ ഏവൻഗേലിയോൻ, അതായത് വചനം, പുസ്തകം പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അതിന് പിന്നിൽ അർക്കദിയാക്കോൻ, പ്രധാന പുരോഹിതൻ്റെ അംശവടി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. എത്രയോ മോഹന സുന്ദരവും ദിവ്യവുമായ ഒരു കാഴ്ചയാണ് അത്. ഇത് കണ്ടിട്ടുള്ളവർ വളരെ ചുരുക്കമാണ്. എന്തെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ഇനിയും ഈ പ്രദക്ഷിണം ഇങ്ങനെ പോയിട്ട് അടുത്തത് 2ാം ശുശ്രൂഷയാണ്. ഈ പ്രദക്ഷിണം കഴിഞ്ഞ് വിശുദ്ധ മദ്ബഹായിലെത്തിയാലുടൻ വിശുദ്ധ മൂറോൻ പാത്രം ത്രോണോസിൽ തബിലയിത്താമേൽ വെച്ച് മൂടുന്നു. കണ്ടോ, വിശുദ്ധ കാസായും പീലാസായും വെക്കുന്ന അതേ തബിലയിത്ത പലകമേൽ ഈ മൂറോൻ കലർത്തിയ മൂറോൻ വെച്ചിട്ടാണ് 2ാം ശുശ്രൂഷ ആരംഭിക്കുന്നത്. അത് മൂടി വയ്ക്കുന്നു ശോശപ്പാടുണ്ട്. ഇതാണ് ശുദ്ധീകരണ ശുശ്രൂഷ. ഇനിയും അവിടെ താഴെ കാണും പ്രകാരം വൈദികർ വിശുദ്ധ മദ്ബഹായിൽ എങ്ങനെ നിൽക്കുന്നു എന്ന് കാണാം. പ്രധാന കാർമ്മികനും സഹകാരികളും ദർഗായുടെ താഴെ മദ്ബഹായിൽ നിൽക്കുന്നു. 12 കാശീശന്മാർ ധൂപക്കുറ്റി പിടിച്ചുകൊണ്ട് ത്രോണോസിൻ്റെ ഇരുവശങ്ങളിൽ നിൽക്കുന്നു. 12 ശംശോനയന്മാർ മർവഹസ പിടിച്ചുകൊണ്ട് കിഴക്ക് വശത്തായി ത്രോണോസിനെ ചുറ്റി നിൽക്കുന്നു. 12 യൗഫുദിയക്കിനേന്മാർ മെഴുകുതിരികൾ പിടിച്ചുകൊണ്ട് ത്രോണോസിന് ചുറ്റും നിൽക്കുന്നു. ഉണ്ടോ, വിശുദ്ധ മദ്ബഹായിലെ ക്രമീകരണമാണത്. ഇനിയും പ്രഭാത പ്രാർത്ഥനകൾ, കുക്കുലിയോൺ എന്നിവയ്ക്ക് ശേഷം പ്രധാന പുരോഹിതൻ അംശവടിയും ശ്രീബായും പിടിച്ചുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞ് തൈലം ശുദ്ധീകരിക്കാനുള്ള പ്രാർത്ഥനകൾ ചൊല്ലുകയും തൈലത്തിന്മേൽ അവസരോചിതമായി റൂസ്മാ ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് പ്രമിയോൻ ശതറാകൾ വായിക്കുന്നു. വിശുദ്ധ മൂറോൻ്റെ അഭിദാനങ്ങളെല്ലാം തന്നെ ശതറായിൽ കാണാം. തുടർന്ന് താഴെ കാണുന്ന ശ്ലീഹായും ഏവൻഗേലിയോനും വായിക്കുന്നു. ശ്ലീഹ എന്ന് പറഞ്ഞാൽ മദ്ബഹായിലെ തെക്കും വശത്തും ഭാഗങ്ങളിൽ പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിന്നുകൊണ്ട് വായിക്കുന്ന വേദഭാഗങ്ങളാണ്. ആ ശ്ലീഹ വായനയ്ക്ക് 2 കോരിന്ത്യർ 2:23:1, 2:12-17, 4:1 എന്നിവയാണ് വായിക്കുന്നത്. തുടർന്ന് ഏവൻഗേലിയോൻ വായിക്കുന്നു. അതിലെ വായിക്കുന്ന ഭാഗങ്ങൾ 1 മത്തായി 26-ാം അധ്യായം 6-7, 2 യോഹന്നാൻ 12:3, 3 മത്തായി 26:8, 4 യോഹന്നാൻ 12:4 മുതൽ 6 വരെ, 5 മത്തായി 26:10, 6 യോഹന്നാൻ 12:7 മുതൽ ഇതുവരെ. ഇത് ഈ 6 ഭാഗങ്ങൾ ചേർത്ത് സമഗ്രമായി ആണ് ഇതിനെ വായിക്കുന്നത്. പ്രധാന പുരോഹിതൻ രഹസ്യ പ്രാർത്ഥനയ്ക്ക് ശേഷം ശോശപ്പ ആഘോഷിക്കുന്നു. തുടർന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് റൂസുമാ ചെയ്യുന്നു. രഹസ്യ പ്രാർത്ഥനയ്ക്ക് ശേഷം ഹല്ലേലൂയ ചൊല്ലിക്കൊണ്ട് മൂറോൻ പാത്രത്തിനുമേൽ കൈ ആവസിപ്പിച്ച് ശ്ലീബാ വരയ്ക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കൊടുക്കുന്നു. റൂസ്മായ്ക്ക് ശേഷം പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പരസ്യമായി പാത്രം വഹിച്ച് പുരോഹിതന്മാർ മാനീസോകൾ ചൊല്ലി മർവസാകളോടും ധൂപക്കുറ്റികളോടും മെഴുകുതിരികളോടും കൂടെ 4 ഭാഗത്തെയും തിരിഞ്ഞ് ഹൗദുമാലാഖയെ ചൊല്ലി വിശുദ്ധ മൂറോൻ ആഘോഷിക്കുന്നു. കണ്ടോ, മാലാഖമാരുടെ കൂട്ടത്തിൽ കിഴക്കോട്ട്, പടിഞ്ഞാട്ട്, വടക്കോട്ട്, തെക്കോട്ട് എന്ന ക്രമത്തിൽ നാം 12 പ്രാവശ്യം വിശുദ്ധ ശ്ലീബാഘോഷം പോലെ തന്നെ വിശുദ്ധ മൂറോൻ പാത്രം ഉയർത്തിക്കൊണ്ട് ആണ് ഈ ശുശ്രൂഷ നടത്തുന്നത്.
അനന്തരം വിശുദ്ധ മൂറോൻ്റെ രഹസ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. പിന്നീട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുന്നു. ഏറ്റവും ഒടുവിൽ ശാഖാപ്രഥമൻ ബാബ കോതമംഗലം പള്ളിയിൽ വെച്ച് ചെയ്ത പ്രസംഗം, ഇംഗ്ലീഷിൽ ചെയ്ത പ്രസംഗത്തിൻ്റെ കോപ്പി ഞാൻ പാത്രിയർക്കീസ് ബാബയിൽ നിന്ന് സെക്രട്ടറിയിൽ നിന്ന് നേരിട്ട് വരുത്തി എൻ്റെ കൈവശമുണ്ട്. അത് ഏതാണ്ട് സുദീർഘമായൊരു പ്രസംഗമാണ്. അതിലെ മൂറോൻ കൂദാശയെപ്പറ്റി വളരെ വിശദമായി പരിശുദ്ധ ബാബയുടെ പ്രസംഗത്തിലുണ്ട്. അതിപ്പോഴും എൻ്റെ കൈവശമുണ്ട്. അതൊന്നും ഇവിടെ വായിക്കുവാൻ സമയമില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുക മാത്രമാണ് ചെയ്യുക. തുടർന്ന് 3-ാം മണി, 9-ാം മണി എന്നീ നമസ്കാരങ്ങൾ തികച്ച ശേഷം വിശുദ്ധ കുർബാന നടത്തുന്നു. കണ്ടോ, മൂറോൻ കൂദാശ കഴിഞ്ഞ് അതിൻ്റെ ഒരു ഭാഗമെന്നോണം അതേ തുടർന്ന് വിശുദ്ധ കുർബാന നടത്തുന്നു. കാരണം എന്താ? വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കർത്താവ് മിശിഹായുടെ ശരീര രക്തങ്ങളുടെ ആഘോഷിക്കുന്ന യൂക്കറിസ്റ്റിക് സാക്രമെൻ്റ് ഓഫ് ദ യൂക്കാറിസ്റ്റാണ്. അതോടുകൂടിയാണ് ഈ കൂദാശ സമാപിക്കുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കുക. അപ്പോൾ വിശുദ്ധ മൂറോനായി, വിശുദ്ധ ശരീരമായി, വിശുദ്ധ രക്തമായി, ഇവ മൂന്നും കൂടെ സമൈക്യമായി സമ്മേളിക്കുന്ന ഒരു കൂദാശ കൂടെയാണിത്. അതാണ് ഞാൻ മുമ്പേ പാടിയത്. പുണ്യമിഴും രക്തശരീരങ്ങൾ നിർമ്മലമൂറോൻ തൈലമതും വിമലതയെ സഭയിൽ ചേർത്തിയിടും 3 മഹാരഹസ്യങ്ങൾ താൻ. ഈ ത്രിത്വ രഹസ്യങ്ങളുടെ പുറത്താണ് വിശുദ്ധ സഭയുടെ സത്യവിശ്വാസം സ്ഥാപിതമായിരിക്കുന്നതും അത് പ്രായോഗിക തലത്തിൽ സഭാമക്കളിലേക്ക് വന്നു ചേരുന്നതും എന്നും നാം അറിഞ്ഞിരിക്കണം. ആരാണ് ഈ യാക്കോബായക്കാരെന്ന് ഇതുവഴി നാം വീണ്ടും വീണ്ടും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനിയും ഈ ശുശ്രൂഷയിൽ ശോശപ്പ നീക്കുന്നത് വരെയുള്ള പ്രാരംഭ ഭാഗങ്ങൾ യോർദാൻ നദിയിൽ വെച്ച് യോഹന്നാൻ സ്നാപകൻ യേശുവിന് സ്നാനം നടത്തിയപ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധ റൂഹ അവൻ്റെ മേൽ ഇറങ്ങിയതിന് മുമ്പ് വരെയുള്ള തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പുള്ള കാലഘട്ടത്തെ കാണിക്കുന്നതായി കരുതാം. അതിനുശേഷമുള്ള ഭാഗങ്ങൾ, പ്രത്യേകിച്ച് കൈകൊണ്ടുള്ള ആഘോഷങ്ങൾ, തൈലം വാൽവ്, അതിനുള്ള റൂസ്മാകൾ, ഹുറൈത്തോനുഹറോ അതായത് പരിശുദ്ധാത്മാഹ്വാനം, അനീൻ മുറിയോ കർത്താവേനോട് ഉത്തരമള്ളി ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന, അതിനുശേഷമുള്ള റൂസ്മാകൾ, തൈലശുദ്ധീകരണം, അതിനുള്ള റൂസ്മാകൾ, ഇവയെല്ലാം തൻ്റെ ദിവ്യ മനുഷ്യത്വത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിച്ചതിനോട് സാദൃശ്യമാകുന്നു. ഭീമായിൽ നിന്നുകൊണ്ടുള്ള ആഘോഷങ്ങൾ ലോകത്തിൻ്റെ 4 അതിരുകളെയും തൻ്റെ സൗരഭ്യമേറിയ പരസ്യ ശുശ്രൂഷ മൂലം താൻ ആശീർവദിച്ചതിനെയും, ഹൗദുമാലാഖെ ആഘോഷം മനുഷ്യവർഗത്തിൻ്റെ മാലാഖമാരുടേത് പോലുള്ള കൃപയ്ക്ക് വേണ്ടി തന്നോടുള്ള അപേക്ഷകളെയും കാണിക്കുന്നു. കണ്ടോ, എന്തെല്ലാം രഹസ്യങ്ങളാണ് ഇതിനകത്ത് ഇതുമായി കമ്പൈൻ ചെയ്ത് നമ്മളെ ആഘോഷിക്കുന്നത് എന്നും നാം അറിഞ്ഞിരിക്കണം. ഇനിയും അടുത്തതായി വിശുദ്ധ മൂറോൻ കൂദാശയിലെ ശുദ്ധീകരണം വ്യവസ്ഥിതിയെപ്പറ്റി പഠിക്കാം. പാപവും ശാപവും മരണവും മനുഷ്യനെ ഗ്രസിച്ചത് കൽപ്പന ലംഘനം വഴിയാകുന്നു. ഏദൻ തോട്ടത്തിലെ ആദാമിൻ്റെ കൽപ്പന ലംഘനത്താൽ കടപ്പെട്ടു എന്നാണ് പറയുന്നത്. കൽപ്പന ലംഘനത്താൽ കടപ്പെട്ടു എന്ന മനുഷ്യവർഗത്തിൻ്റെ കടങ്ങളും ദോഷങ്ങളും നോമ്പാലേ ക്ഷമിക്കപ്പെടുന്നു എന്നൊരു പ്രാർത്ഥനയിലുണ്ട്. ഇതിന് പരിഹാരം പ്രാർത്ഥനയും നോമ്പുമാണ് എന്നാണ് വിശുദ്ധ സഭ പഠിപ്പിക്കുന്നത്. ആത്മതലത്തിൽ ഏതിനിൽ നിയമിച്ചാക്കിയ മനുഷ്യൻ തന്മൂലം ദേഹിയിലേക്കും, അതായത് അത്തിയില കൊണ്ട് ഉണ്ടാക്കിയ അരയാട ധരിച്ച മനുഷ്യൻ, അതാണ് ദേഹീതല മനുഷ്യൻ. യഹോവ അവനുണ്ടാക്കി കൊടുത്ത തോൽ വസ്ത്രം വഴി
ദേഹത്തിലേക്കും മനുഷ്യൻ നിപതിച്ചു. ആ ഫിസിക്കൽ ബോഡി ഉണ്ടായതിനെ പറ്റിയാണ് സിംബോളിക്കായിട്ട് പറയുന്നതാണ് തോൽവസ്ത്രം എന്നുള്ളത്. വീഴ്ച വഴി മനുഷ്യൻ്റെ ആത്മാവും ദേഹവും പാപാവസ്ഥയിലാക്കി. തന്മൂലം മാത്രമേ മനുഷ്യനെ പാപി എന്ന് പറയുന്നത്. ആദ്യ മനുഷ്യൻ്റെ പാപമാകയാൽ ഇതിനെ ആദ്യ പാപം എന്ന് പറയുന്നു, അതായത് ഒറിജിനൽ സിൻ. ഇവയുടെ ശുദ്ധീകരണം വഴി മാത്രമേ സ്വർഗീയാദിയാതന്മാർക്ക് തുല്യമായ ആദ്യ മനുഷ്യൻ്റെ ആദ്യ അവസ്ഥയിലേക്ക് എത്താനാകുള്ളൂ. കണ്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവയുടെ ശുദ്ധീകരണം വഴി മാത്രമേ പാപമോചനത്തിന് മാമോദീസാവുന്ന മാത്രമേ ഉള്ളൂ. മാമോദീസായിലെ ഏറ്റവും പ്രധാന ഘടകം വിശുദ്ധ മൂറോൻ അഭിഷേകമാകുന്നു. അതേപ്പറ്റി വിശുദ്ധ സഭ എന്താണ് പഠിപ്പിക്കുന്നത് എന്നും കൂടെ സാന്ദർഭികമായിട്ട് നോക്കാം. വിശുദ്ധ മാമോദീസായ്ക്ക് ശേഷം ശിശുവിനെ വിശുദ്ധ മൂറോൻ പൂശുന്നുണ്ട്. ആ മൂറോൻ ശുശ്രൂഷയുടെ സമയത്ത് ചെല്ലുന്ന ഒരു പാട്ടുണ്ട്. ദൈവം ചൊന്നാൻ ആഹരോനെ പൂശുക, പാവനാവാൻ പരിമളതൈലത്താൽ, മേശഹോദകൂദിശോ ഏമാർ ആലോഹദു നിമിഷുഹു അഹറൂൻ കൊയ്തന്നസ്കാദാശ്, മേശഹോദകൂദിശോ ഹോശോ മെസ്മാശഹു യമറബറീറോ ദേസോലാമോദോ ഹോനാഉമേശഹോ മോശാഹ് ഗലിയോയിസ് യമറബറീറോ ദേസോലാമോദോ റൂഹോദകൂദിശോ റോഷേം ഹസിയോയിസ് വാലോഹോയിസ് മകൻ വമുക്കാദാശ്. ഇതിൻ്റെ ആദ്യത്തെ 2 വരിയാണ് ഞാൻ ആദ്യം മലയാളത്തിൽ പാടിയത്. മറ്റേ വരികൾ കൂടി നാം അറിഞ്ഞിരിക്കുക. പൂശുന്നേപ്പോൾ സ്നാനം പ്രാപിപ്പൊരു കുഞ്ഞാടിനെ ഈ പാവനതൈലത്താൽ വാറക്കുമോ. അപ്പോൾ പട്ടക്കാരൻ ശുഭഹോലാവോ ചൊല്ലും, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പട്ടക്കാരൻ പറയും. തുടർന്ന് മാമോദീസ ഏൽക്കും കുഞ്ഞാടിനെ വെളിവായി പൂശും തൈലവും ഇത് തന്നെ. റൂഹാഗൂഢം റൂശുമാ ചെയ്തൻപൊടു ദൈവികമായി വാണിവനെ വാഴ്ത്തുന്നു. പരിശുദ്ധ റൂഹ ഗൂഢമായി ഇവനിൽ വസിച്ചുകൊണ്ട് അവൻ്റെ ഉള്ളിൽ വസിക്കുന്നുവെന്നാണ്. തുടർന്നുള്ള ഒരു ഗാനം കൂടെ കേൾക്കുക. എന്ത് മനോഹരവും അർത്ഥവത്തും അർത്ഥസമ്പുഷ്ടവുമായ ആ ഗാനങ്ങളാണ് പരിശുദ്ധ അന്ത്യോക്യൻ സഭയിലെ പിതാക്കന്മാർ നമുക്കായി സുറിയാനി ഭാഷയിൽ രചിച്ചു തന്നിട്ടുള്ളത്. ഈ ഭാഷ മലയാളത്തിലാക്കിയാണ് ഇന്ന് മിത്രാൻ കക്ഷികളും അക്ഷരവും കോമാവ് പോലും വിടാതെ ഉപയോഗിക്കുന്നതും എന്നും നാം അറിഞ്ഞിരിക്കുക. The original source is the throne of Antioch, the patriarchal throne of Antioch, the throne of Saint Peter. അത് നാം ഓർക്കണം. സഭാമക്കൾ എപ്പോഴും അത് ഓർത്തിരിക്കണം, വഞ്ചനയിൽപ്പെടരുത്. അത് കഴിഞ്ഞ് പാടുന്ന പാട്ട് കേട്ടേ. നിർവരും മോഹിച്ചൊരു മകുടം നീ ചാർത്തി നിഖിലേ ശാത്മജനെ സ്തുതി ചെയ്യുകസഹജ അഹോൻ സ്മർശുബഹോലവുരേദമോറേക്കുൽ ദക്താരലുകുധോഗുതുമൽക്കേ യസ്റഗിറഗിലേ അഫ്രേഗിലഭൂഷൈക്കാഹൂനഗ്തൽഗോ പസ്പാറുതുബുസീവകുമന്യു ദിനാന്നഹരോ ഹിമമന്നോണം നിൻ വസനം മിന്നുന്നു യോർദാൻ
നദിയേക്കാൾ ഹൃദ്യം നിൻകാന്തി റുഹാദൻ ബലമോടുരുമാ ലാഖസമം മാമോ ദീസായിൽ നിന്നും നീ കയറി പടാത്തൊരു മകുടം തലമേൽ നീ ചൂടി ആദാം ഗ്രഹമഹിമാവീനാൾ നീ നേടി. ഈ വിശുദ്ധ മാമോദീസ മൂലം ആദാം ഗ്രഹത്തിൻ്റെ ആദിമ മഹിമാവ്, വീഴ്ചയ്ക്ക് മുമ്പുള്ള ആദ്യജാത മഹിമാവ്, ആദ്യജമാളുടെ സഭയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ പാസ്പോർട്ടും വീസയും നിനക്ക് കിട്ടിയിരിക്കുന്നു. സഹജാസ്വർഗീയം ഭാഗ്യം നീയാർന്നു കരുതി ദുഃഖദുഷ്ടൻ മോഷ്ടി ചീടായിവാൻ. വിത്തേവാണി എന്താ? സഹജാ സ്വർഗീയം ഭാഗ്യം നീയാർന്നു കരുതിയിടുക ദുഷ്ടൻ മോഷ്ടിച്ചീടായിവാൻ. എന്താ സംഗതി? ഇപ്പോഴുണ്ട് മോഷണം. വിശുദ്ധ ഇപ്രകാരമുള്ള വലിയ രഹസ്യം അടങ്ങിയിരിക്കുന്ന, ദൈവിക മർമ്മം അടങ്ങിയിരിക്കുന്ന മാമോദീസ ഏറ്റ ശേഷം അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പ്രാകൃത ജലാശയങ്ങളിലേക്ക് അറുപ്പിനാടുകളെപ്പോലെ കൊണ്ടുപോകപ്പെടുന്ന പരിശുദ്ധ സഭാമക്കളായാണ് ഇവിടെ വാൺ ചെയ്യുന്നത് പിതാക്കന്മാർ. കേട്ടെ, സഹജാസ്വർഗീയം ഭാഗ്യം നീയാർന്നു കരുതി ദുഃഖദുഷ്ടൻ മോഷ്ടി ചീടായിവൻ. ആചാര്യൻ വഴിയായി ആദ്യം നൽകിയതാം മകുടം യോഗ്യം നിൻവസനം രമണീയം. ആചാരിത്വം വഴിയായി നിനക്ക് ലഭിച്ചിട്ടുള്ള ഈ മഹത്വവസ്ത്രം നീ അതിൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തരുത്. ഇനിയും പറയുന്നു, പറുദീസയിലാദാം രുചിനോ കാത്ത ഫലം സാമോദം വയ്ക്കുന്നേ നാൾ നിൻവായിൽ. പറുദീസയിലാദാം ആഗ്രഹിച്ചിട്ടും രുചി നോക്കാൻ സാധിക്കാതിരുന്ന ജീവവൃക്ഷത്തിൻ്റെ ഫലമാണ് ഇന്ന് നിൻ്റെ വായിൽ അതിവിശുദ്ധ രഹസ്യങ്ങളായ വിശുദ്ധ അപ്പവീഞ്ഞുകളുടെ അനുഭവം വഴി നിനക്ക് ലഭിക്കുന്നത്. ഫിറോദിലോ താമേ ഓദോബ് പർദൈസോ യൗമോനബ് ഭൂമോ എതുസീംബുഹാദൂസോ. പറുദീസയിലാദാം രുചി നോക്കാത്ത ഫലം സാമോദം വയ്ക്കും നിന്നാൾ നിൻവായിൽ. സ്നാനത്തിൻ ശിശുവേ സശുഭം പോവുക നീ, നദി ചെയ്യുക നിന്നെ കാക്കും ശ്ലീബായേ. നീ സശുഭം പോവുക, നിന്നെ കാത്തു സൂക്ഷിക്കുന്ന വിശുദ്ധ ശ്ലീബായേ, നീ നദി ചെയ്യണം. അതില്ലാത്തവരുടെ കൂടെ പോകരുതേ. നാഥാനിൻ രാജ്യത്തിൻ മഹിമാഗമനെ ശ്ലീബാചിറകാൽ ഞങ്ങളെ മൂടി കൊള്ളണമേ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പള്ളിയിൽ പോയി ഈ ചിറക് പോയി പിന്നെ പറന്നു വരാൻ കഴിയുകയില്ല. അതും ഓർത്തിരിക്കണം. പറന്ന് വേണം ആത്മാവ് പറുദീസയിൽ അവസാനം എത്തുവാൻ. ചിറകില്ലാത്ത ആത്മാവിനെ പറക്കുവാൻ പറ്റുകയില്ല. ഇനിയും ജനകാസംസ്തുതിതേ ധനയാ സ്തോത്രം ദേ വിമല മാവേദേ നദിയും കീർത്തനവും. അതിന് പട്ടക്കാരൻ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമുണ്ട്. പിതാവാം ദൈവം നിന്നോടുകൂടെ ഇരിക്കട്ടെ, വന്യനായ പുത്രൻ നിന്നെ കാത്തുകൊള്ളട്ടെ, നീ ധരിച്ചിരിക്കുന്ന പരിശുദ്ധ റൂഹ നിന്നെ പൂർത്തീകരിച്ച് ഉപദ്രവങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കട്ടെ. നീ സ്വീകരിച്ചിരിക്കുന്ന മാമോദീസ എന്നേക്കും നിന്നിൽ വസിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇതാണ് വിശുദ്ധ സുറിയാനി സഭയിലെ മാമോദീസ. അതിൻ്റെ ഒരു ചെറിയ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. വിശദമായി പല ക്ലാസ്സുകൾ വഴി നമുക്ക് അത് മനസ്സിലാക്കാം. സമയമുണ്ടെങ്കിൽ അത് ഞാൻ പിന്നാലെ ചെയ്യാം. ഇനിയും
ഈ ഭാഗത്ത് തിരിച്ചു വരുവാൻ ഞാൻ വിട്ടുപോയി. ചില റെപ്പറ്റീഷനുണ്ട്, ശ്രമിക്കണം. വിശുദ്ധ മൂറോൻ കൂദാശയിലെ ശുദ്ധീകരണ വ്യവസ്ഥിതിയെപ്പറ്റിയാണ് ഇനിയും പറയാൻ പോകുന്നത്. അതൊരു റെപ്പറ്റീഷനാണ്, എന്നാലും വായിക്കാം. പാപവും ശാപവും മരണവും മനുഷ്യനെ ഗ്രഹിച്ചത് കൽപ്പന ലംഘനം വഴിയാകുന്നു. ആത്മതലത്തിൽ ഏതിനിൽ നിയമിച്ചാക്കിയ മനുഷ്യൻ തന്മൂലം ദേഹത്തിലേക്കും നിബദിച്ചു. വീഴ്ച വഴി മനുഷ്യൻ്റെ ആത്മാവും ദേഹവും പാപാവസ്ഥയിലായി. ആദ്യ മനുഷ്യൻ്റെ പാപമാകയാൽ അതിന് ആദ്യ പാപം എന്ന് പറയുന്നു ഒറിജിനൽസിൽ. ഇവയുടെ ശുദ്ധീകരണം വഴി മാത്രമേ സ്വർഗീയ ആദ്യജാതന്മാർക്ക് തുല്യമായ ആദ്യ മനുഷ്യൻ്റെ ആദ്യജാത അവസ്ഥയിലേക്ക് എത്താനാകുകയുള്ളൂ. ഭർത്താവിൻ്റെ മനുഷ്യാവതാരവും അതിൻ്റെ ഫലമായി മനുഷ്യന് ലഭിച്ച വീണ്ടെടുപ്പിൻ്റെ അനുഭവവും ലഭിപ്പാൻ ജന്മകർമ്മ പാപമോചനവും ശുദ്ധീകരണവും നിത്യജീവൻ്റെ അച്ചാരവും നമുക്ക് ലഭ്യമാക്കേണ്ടിയിരിക്കുന്നു. ഇവ ലഭിക്കുന്നത് വിശുദ്ധ കൂദാശകൾ വഴി മാത്രമാകുന്നു. ഇതിനായിട്ടത്രേ കർത്താവ് തൻ്റെ ശരീരമായ വിശുദ്ധ സഭയിൽ വിശുദ്ധ കൂദാശകൾ നിയമിച്ചതും. ഇവയിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന കർത്തൃജീവനാകുന്നു. ആകയാൽ അത് ഉയർപ്പിൻ്റെ പുതുജീവൻ ആകുന്നു. ആ പുതുജീവനാണ് നമ്മളെ മാമോദീസ വഴി പ്രാപിക്കുന്നത്. ഇനിയും ജഡത്തിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരും ജന്മപാപം ഉള്ളവരാകുന്നു. ഇത് ജഡം, ദേഹം, ആത്മാവ് എന്നിവയെ എല്ലാം ബാധിക്കുന്ന അവസ്ഥയാണ്. മനുഷ്യൻ പഞ്ചഭൂത സൃഷ്ടിയാകയാൽ ശുദ്ധീകരണ വ്യവസ്ഥിതി ഭൂതതലത്തിൽ തുടങ്ങേണ്ടിയിരിക്കുന്നു. ഈ ഭൂതങ്ങൾ പൃഥ്വി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയാകുന്നു. ഇവയുടെ സൃഷ്ടി പ്രപഞ്ചത്തിൻ്റെ കാരണമായ സത്വം, രജസ്, തമസ് എന്നീ മൂല പ്രകൃതികൾ വഴിയാകുന്നു. ഇവയുടെ പാരസ്പര്യ വ്യത്യാസം കൊണ്ടാണ് പഞ്ചഭൂതങ്ങൾ ആവിർഭവിക്കുന്നത്. പ്രകാശമുള്ള ആത്മവെളിച്ചം പഞ്ചഭൂതങ്ങളുടെ പഞ്ചാഗ്നികളായി ചേർന്നെങ്കിൽ മാത്രമേ, ഓരോ ഭൂതങ്ങൾക്കും അഞ്ചഗ്നികളുണ്ട്. കാളി, കരാളി, ഇന്ദ്രനീരാഗ്നി, വജ്രാഗ്നി എന്നൊക്കെ പറഞ്ഞ അഗ്നികളുണ്ട്. അങ്ങനെ 25 അഗ്നികളുണ്ട് പഞ്ചഭൂതങ്ങളിൽ. എങ്കിൽ മാത്രമേ ഗുണദോഷങ്ങൾ വെളിപ്പെടുകയുള്ളൂ. അതിനായിട്ടാകുന്നു വെളിച്ചം ആദ്യമായി ദൈവം സൃഷ്ടിച്ചത്. ഇത് സൂര്യപ്രകാശമല്ല, വെളിച്ചം, ആത്മീയ വെളിച്ചമാകുന്നു. വെളിവ് നിറഞ്ഞോരീശോ നിൻ വെളിവാൾ കാണുന്നു, വെളിവീ അടിയാർ അഖിലാധാരമതാ വെളിവിന്നേ എന്ന് നമ്മൾ പാടുന്ന അതേ വെളിച്ചം. പഞ്ചഭൂതങ്ങളിലൊന്നായ വെള്ളത്തിന്മേലാണ്, അതായത് എലമെന്റ് വാട്ടർ, ഭൂമിക്ക് ദൈവം അടിസ്ഥാനമിട്ടത്. 2 പത്രോസ് 3:5-6 വരെ. മനുഷ്യ സൃഷ്ടി ആത്മാവിലാണ് തുടങ്ങിയത്. ഉൽപ്പത്തി 1:26-28. ആത്മാവിൻ്റെ ഭൂത വസ്തു അഗ്നിയാകുന്നു. ദേഹദേഹി ആത്മാക്കളുടെ സൃഷ്ടിപരമായ ബന്ധത്തിന് അനുസരണമായിട്ടാകുന്നു അവയുടെ ശുദ്ധീകരണ വ്യവസ്ഥിതി പ്രവർത്തിക്കുന്നത് മാമോദീസായിൽ. ഈ പഞ്ചഭൂതങ്ങൾ വഴിയുള്ള ശുദ്ധീകരണ വ്യവസ്ഥിതിയും കൂടെ ഇതിനകത്ത് ഗൂഢമായി നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി വിശുദ്ധ സഭ വിശദീകരിക്കുന്നില്ല. പക്ഷേ അതും നാം അറിഞ്ഞിരിക്കണം. അതാണ് അതിൻ്റെ സൂക്ഷ്മജ്ഞാനം എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗം. ഇനിയും പരസ്യമായ ജലം കൊണ്ടുള്ള കഴുകൽ, തളിപ്പ്, തൈലം, ധൂപം, മനനം, ആംഗ്യം, വചനം എന്നിവയുടെ കൗദാശിക കർമ്മങ്ങളുടെ പ്രസക്തിയും ഇതാകുന്നു. മനുഷ്യ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടിപരമായ വിന്യാസവും രക്ഷാവ്യവസ്ഥിതിയും നാം അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. വളരെ ദീർഘമായൊരു വിഷയമാണ്, അത് ഇപ്പോൾ വിവരിക്കുന്നില്ല. ഇനിയും അടുത്തതായിട്ട് അത്തിയിലയും ഒലിവിലയും എന്നുള്ള ഒരു സംഗതി നമുക്ക് നോക്കാം. ഏദൻ തോട്ടം ആത്മതല ജീവൻ്റെയും ജീവസുകളുടെയും പ്രതലമാകുന്നു. അവിടെ നിന്നും ദേഹീതലത്തിലേക്കും തുടർന്ന് ദേഹതലത്തിലേക്കും മനുഷ്യൻ വീണുപോയി. ഈ വീഴ്ചയുടെ പ്രതീകമാണ് അത്തിയില കൊണ്ടുള്ള ആദ്യ മനുഷ്യൻ്റെ അരയാട്. ഇത് മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയതാകുന്നു. ആഡംസ് ആൻഡ് ഈവ് സ്യൂഡ് ഫോർ ദം എപ്രോൺസ് ഓഫ് ഫിഗ് ലീവ്സ്. അവർ തന്നെ ഉണ്ടാക്കിയതാണ്. നോഹയുടെ പെട്ടകത്തിലേക്ക് സന്ധ്യാസമയത്ത് പറന്നു വന്ന പ്രാവിൻ്റെ ചുണ്ടിൽ ഒരു ഒലിവിൻ പച്ചില പിടിച്ചിരുന്നു. ഇത് ദൈവിക നിരപ്പിൻ്റെയും ജലപ്രളയത്തിൽ നിന്നുള്ള രക്ഷയുടെയും ആദ്യ സൂചനയാകുന്നു.
വിശുദ്ധ സുറിയാനി സഭയിലെ അന്ത്യോക്യൻ സഭയിലെ പ്രാർത്ഥനകളിൽ സൂചിപ്പിച്ചിട്ടുള്ള പ്രകാരം ഇതൊരു പെൺപ്രാവായിരുന്നു. കണ്ടോ, അത് വേദപുസ്തകത്തിലൊന്നുമില്ല, അത് ഗ്രാമർ നോക്കി വേണം മനസ്സിലാക്കാൻ. സുറിയാനിയിൽ പെൺപ്രാവായിരുന്നു എന്നുള്ളത്. ഒലിവില ചുണ്ടിൽ പിടിച്ചുകൊണ്ടുവന്ന പെൺപ്രാവ് രക്ഷകനെ ഇഹത്തിലേക്ക് ആനയിച്ച വിശുദ്ധ കന്യക മറിയാമെന്ന മാടപ്രാവിൻ്റെ സൂചനയാകുന്നു. ആദാമിൻ്റെ അത്തിയില കൊണ്ടുള്ള അരയാട വീഴ്ചയുടെ സൂചനയെങ്കിൽ ഒലിവിൻ പച്ചില രക്ഷയുടെ സൂചനയാകുന്നു. രണ്ടും ദേഹീതല സൂചനകൾ തന്നെ, അത് നാം അറിഞ്ഞിരിക്കണം. രക്ഷകനായ യേശു മിശിഹായെ ജഡതലത്തിൽ ഇഹലോകത്തിലേക്ക് സ്വീകരിച്ചാനയിച്ച വിശുദ്ധ കന്യകയിലുള്ള തൻ്റെ സംയോജിപ്പിൻ്റെ നിഗൂഢ രഹസ്യം വിശുദ്ധ മൂറോൻ കൂദാശയിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു മഹാരഹസ്യമാകുന്നു. അത് നാം അറിഞ്ഞിരിക്കണം. ഒന്നുകൂടെ വായിക്കാം. രക്ഷകനായ യേശു മിശിഹായെ ജഡതലത്തിൽ ഇഹലോകത്തിലേക്ക് സ്വീകരിച്ചാനയിച്ച വിശുദ്ധ കന്യകയിലുള്ള തൻ്റെ സംയോജിപ്പിൻ്റെ നിഗൂഢ രഹസ്യം വിശുദ്ധ മൂറോൻ കൂദാശയിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു മഹാരഹസ്യമാകുന്നു. വാസ്തവത്തിൽ ജീവൻ്റെയും രക്ഷയുടെയും എല്ലാ ദിവ്യ രഹസ്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു മഹാരഹസ്യ കൂദാശയാണിത്. ഇത് അവസാനിക്കുന്നത് വിശുദ്ധ കുർബാനയിലാകുന്നു എന്ന് നാം അറിഞ്ഞിരിക്കണം. അങ്ങനെ വിശുദ്ധ കുർബാനയോടുകൂടി ഈ ശുശ്രൂഷ അവസാനിക്കുകയാണ്. ഇനിയും വിശുദ്ധ മൂറോൻ്റെ മറുനാമങ്ങളെപ്പറ്റിയും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കാം. നമ്മുടെ സഭയിലെ വിശുദ്ധ മാമോദീസ 3 അതിവിശുദ്ധ കൂദാശകളുടെ സംഗമമാകുന്നു. വിശുദ്ധ സ്നാനം, വിശുദ്ധ മൂറോൻ, വിശുദ്ധ കുർബാന. വിശുദ്ധ സഭയിലെ വിശുദ്ധ മൂറോൻ ദൈവിക കൽപ്പന പ്രകാരം ഉണ്ടാക്കപ്പെട്ട പഴയ നിയമ മൂറോൻ്റെ നിറവേറ്റപ്പെട്ട പുതിയ നിയമ യാഥാർത്ഥ്യമാകുന്നു. കണ്ടോ, അഭിഷേക തൈലം മശിഹായുടെ നിറവേറ്റപ്പെട്ട യാഥാർത്ഥ്യമാണ് പഴയ നിയമത്തിൽ നിന്നും. ഇതേ വിശുദ്ധ സഭയിലും അഭിഷേകം ചെയ്യപ്പെട്ട ദേവാലയങ്ങളിലും വ്യക്തികളിലും കർത്തൃ സാന്നിധ്യം ഉറപ്പാക്കുന്നു. കർത്താവ് യേശു മിശിഹായുടെ മറ്റൊരു പേര് ജഡം ധരിച്ച മൂറോൻ. കണ്ടോ, വിശുദ്ധ സഭയിൽ മാത്രം ഉള്ള ഒരു രഹസ്യമാണിത്. ജഡം ധരിച്ച മൂറോൻ എന്നാണ് കർത്താവിൻ്റെ പേര്. മോറാനിസ് മൂറോൻ, മൂറോനിസ് മോറാൻ. മോറാൻ എന്ന് പറയാൻ നമ്മുടെ കർത്താവ് എന്നാണ് അർത്ഥം, സുറിയാനി വാക്കിൻ്റെ അർത്ഥം. തൻ്റെ മുറിവുകളിൽ നിന്ന് പോലും വിശുദ്ധ മൂറോൻ്റെ മണം പ്രവഹിക്കുന്നതായി പരിശുദ്ധ പിതാക്കന്മാർ എഴുതിയിട്ടുണ്ട്. എന്താണ്, കർത്താവ് യേശു മിശിഹാ പാതാളത്തിൽ പോയല്ലോ ക്രൂശിൽ നിന്ന്. അവിടെ ചെന്ന് ആദാമിനെയും മക്കളെയും അവരുടെ ആത്മാക്കളെ പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്നും വിടുവിച്ചെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ സമയത്തെ ഓർപ്പിക്കുന്ന ഒരു പാട്ടാണ് പരിശുദ്ധ പിതാക്കന്മാർ രചിച്ചിട്ടുള്ളത്. ഞാൻ പാടട്ടെ. നിൻമുറിവുകളിന്നേറ്റേൻ മൂറോൻ മണമെന്നാഥ നിന്നധരങ്ങളഹൂപാട്ടിൻ നൂലോടുത്തുള്ളു കാൺമാൻ വന്നോ എന്നെ ഭടർജൂറ്റി ഗോകുൽ തായിൽ സ്കീപ്പാമേൽ തൂക്കി നിന്മാർവ് തുറന്നും രക്തം വാർന്നും കണ്ടേ ഞാൻ തുഷാലടിയാനെ കാക്കും നാഥനായി സ്തോത്രം ഹാലേലുയ്യ അട്ടഹസിക്കുന്നു. എന്തൊരർത്ഥവത്തായ പാട്ടാണത്. വിശുദ്ധ മൂറോൻ മശിഹായുടെ നിത്യപൗരോഹിത്യം സൂചിപ്പിക്കുന്നതിന് പുറമെ താഴെ കാണുന്ന ദൈവിക സൂചനകളും ഉള്ളതാകുന്നു. ഒന്ന്, പുതുജീവൻ്റെ ഉറവ. ഇതുവഴിയാണ് പുതുജീവൻ റീജനറേഷൻ പ്രാപിക്കുന്നത്. പിശാചുക്കളെ ഞെട്ടിക്കുന്ന ഭയങ്കര അടയാളം, അന്ധകാരത്തെ ദൂരീകരിക്കുന്ന ദിവ്യപ്രകാശം, വിശുദ്ധിയുടെ ഒഴുക്ക്, ബുദ്ധിപൂർണത വരുത്തുന്നത്, ശാപങ്ങൾ പരിഹരിക്കുന്നത്, ദാസ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നത്, പാപമോചനപ്രദം, വീഴ്ചകൾ ക്ഷമിക്കുന്നത്, ബലഹീനരെ സഹായിക്കുന്നത്, ആത്മാക്കളെ ശ്രേഷ്ഠമാക്കുന്നത്, പരിപാകതയുടെ മുദ്ര, സംരക്ഷണത്തിൻ്റെ അടയാളം, തോറ്റുപോകാത്ത ആയുധം, പുതുജീവനിലേക്കുള്ള കടത്ത്, പരദിശയിലേക്ക് നയിക്കുന്ന പാത,
ആനന്ദസ്ഥാനത്തേക്ക് കടത്തിവിടുന്ന പാലം, സ്വർഗത്തിലേക്ക് കരയേറ്റുന്ന കോവണി, പ്രകാശഭവനത്തിൻ്റെ താക്കോൽ, കൂദാശകളെ പൂർത്തീകരിക്കുന്ന പൂർണ്ണതയുടെ തൈലം, ദൈവിക പൂർണ്ണതയുടെ സൂചന, നവജീവൻ്റെ നീരുറവ്, അഭിഷിക്തന്മാർക്ക് ദിവ്യപ്രകാശം. ഇതൊക്കെയാണ് അതിൻ്റെ സഭ പഠിപ്പിക്കുന്ന ഇതര നാമങ്ങൾ. അതെല്ലാം അർത്ഥവത്തായിട്ടുള്ളവയാകുന്നു. നമ്മുടെ സഭയെ വിശുദ്ധ സഭയെന്ന് വിളിക്കുന്നതിൻ്റെ കാരണം തന്നെ കർത്താവിൻ്റെ ശരീരരക്തങ്ങളും വിശുദ്ധ മൂറോനും അതിൽ ഉള്ളത് കൊണ്ടാകുന്നു. ഇവ വിശുദ്ധ സഭയിൽ ആദികാലം മുതൽ ഇന്നുവരെ നിലനിർത്തുന്നതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് ലഭിച്ചത് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നാകയാൽ ഈ സിംഹാസനം നമ്മുടെ എല്ലാമാകുന്നു. നാം എല്ലാവരും അതിനെ ഹൃദയത്തോട് ചേർന്ന് വെക്കണം. അതിനായി ഇന്ന് നാം അനുഭവിക്കുന്ന കഷ്ടതകൾ ദൈവത്തിനു മുമ്പാകെ വിലപ്പെട്ടവയാകുന്നു എന്നും നാം അറിഞ്ഞിരിക്കണം. ഇനിയും ഈ വിശുദ്ധ ധൈര്യത്തിൽ കർത്താവിൻ്റെ ഉന്നത സാന്നിധ്യതലമായ സ്വതലമാണ് ശുശ്രൂഷിക്കുന്നത്. നാമത്തിലാണ്. ഈ മഹമ്മദിസാല് കയറ്റി വിശുദ്ധ മൂറോ കൊണ്ട് പട്ടക്കാരൻ 3 പ്രാവശ്യം നെറ്റിയിൽ റൂസ്മായ ക്രൂശടയാളം വെച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തോമസ് മുദ്ര കുത്തപ്പെടുന്നു. അന്നേരമാണ് പേര് പോലും ഇടുന്നത്. ഇത് മുദ്രണതൈലമാണ്. പേര് മുദ്രണം ചെയ്യുന്നതാണ്. നമ്മുടെ പേരാണ് സ്വർഗീയ ഊർശലേമിൽ വിളിക്കപ്പെടുന്നത്. നമ്മൾ പേരുകളിലാണ്, നാമരൂപങ്ങളാണ് നമുക്കവിടെ ഉള്ളത്. പേരാണ് വിളിക്കപ്പെടുന്നത്. അത് ആദ്യജാതന്മാരുടെ സഭയിൽ പേരാണ് പ്രധാനം. ആ പേര് നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ മൂറോൻ വഴി. ഈ വിശുദ്ധ മൂറോനെ വിശുദ്ധ സഭ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? മശിഹായുടെ പരിമളവാസനയും പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയും മുദ്രയുമായ വിശുദ്ധ മൂറോനാൽ മുദ്ര കുത്തപ്പെടുന്നു എന്നാണ് പറയുന്നത്. വിശ്വാസത്തിൻ്റെ പൂർത്തീകരണമാണത്. ഈ തൈലത്തിൽ കർത്താവിൻ്റെ അത്യുന്നത സാന്നിധ്യതലമായ സ്വതലമാണ് ശുശ്രൂഷിക്കപ്പെടുന്നത്. വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ തിരുശരീരരക്തങ്ങൾ എന്നതുപോലെ വിശുദ്ധ മൂറോനിൽ തൻ്റെ ആളത്വം, അതായത് നാമതലം ശുശ്രൂഷിക്കപ്പെടുന്നു. പള്ളികളെല്ലാം കർത്താവിൻ്റെ മാതാവിൻ്റെയോ അപ്പോസ്തലന്മാരുടെയോ പരിശുദ്ധന്മാരുടെയോ നാമത്തിൽ വെക്കുന്നതിൻ്റെ കാരണമാണ്. നിൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ടവരാണ് നമ്മളെപ്പറ്റി പറയുന്നത്. അപ്പോൾ ദേവാലയങ്ങൾ തിരുനാമത്തിൽ, അത് എൻ്റെ നാമത്തിൻ്റെ ഓർമ്മ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന മോശയിക വാഗ്ദത്തമാണ് ഇതുവഴി ഇന്നും നിറവേറ്റപ്പെടുന്നത്. ഓക്കെ. വിശുദ്ധ മൂറോനിൽ തൻ്റെ ആളത്വം ശുശ്രൂഷപ്പെടുന്നു. വിശുദ്ധ മൂറോൻ കൂദാശയുടെ 2ാം ഭാഗം വിശുദ്ധ ത്രോണോസിൽ തബലീത്താമേൽ തൈലപാത്രം വെച്ചുകൊണ്ടാണല്ലോ നടത്തുന്നത്. കാസായും ബീരസയും മാത്രം വിശുദ്ധ കുർബാനയ്ക്കായി വെക്കുന്ന ഈ തബലീത്ത വിശുദ്ധ മൂറോൻ ഉപയോഗിച്ചാകുന്നു കൂദാശ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് പള്ളി കൂദാശ സമയത്ത് മാത്രം നടത്തപ്പെടുന്നു. തബലീത്ത കർത്താവിൻ്റെ തൂക്കിയ കുരിശാകുന്നു. അതൊരു പുതിയ പോയിൻ്റാണ്. ഈ തബലീത്ത പലകയാണെങ്കിലും അതൊരു റെക്റ്റാങ്കുലറായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സൈഡത്തെ നീളവും വേറൊരു സൈഡത്തെ വീതിയും കൂടിയാൽ അത് ഒരു കുരിശിൻ്റെ ആകൃതി ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് കർത്താവിനെ തൂക്കിയ കുരിശിന്മേലാണ് ആകാസായും ബീലാസായും വെച്ചുകൊണ്ട് വിശുദ്ധ കുർബാന ചെല്ലുന്നത് എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അത് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റ് കൂടിയാണ്. അതിൽ വിശുദ്ധ കുർബാനയിലെ ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയിൽ വാർസ്ലീവിയുടെ പ്രാർത്ഥന പട്ടക്കാരൻ രഹസ്യമായി ചൊല്ലുന്നതാണ്. എന്തൊരു ഭയങ്കരമായ പ്രാർത്ഥനയാണ്. കർത്താവ് യേശുമിശിഹായുടെ രക്തം ഈ ക്രൂസിൽ കൂടി ഒഴുകി ഇത് സത്യമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ ശരീരം ഈ രക്തത്തിൻ്റേതാകുന്നു, ഈ രക്തം ഈ ശരീരത്തിൻ്റേതാകുന്നു എന്ന് തുടങ്ങിയ ആ പ്രധാന മർമ്മങ്ങളെല്ലാം പട്ടക്കാരൻ ഇവിടെ രഹസ്യമായി പറയുന്നുണ്ട്. ഇത് ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി പരസ്യമാക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രം. രഹസ്യം ഉടയോൻ അരുളി, രഹസ്യം എനിക്ക് വീട്ടുകാർക്കുമെന്ന് പറഞ്ഞതുപോലെ ഒരു രഹസ്യം ഞാൻ പങ്കുവയ്ക്കുകയാണ്. അത്രയ്ക്ക് ഭയങ്കരമാണ് നമ്മുടെ വിശുദ്ധ കുർബാന. ശരീരവും രക്തവുമായിട്ട് സംയോജിപ്പിക്കുന്ന മഹാരഹസ്യം തിരശ്ശീലയിട്ടുകൊണ്ട് അൻപുടയവനെ എന്നുള്ള പ്രാർത്ഥന ചെല്ലുമ്പോൾ നടത്തുന്നതാണ്. കഷ്ടമെന്ന് പറയട്ടെ,
ആ സമയത്താണ് രാഗവിസ്താരം നടത്തി ഉള്ള ഭക്തിരസം കെടുത്തുന്ന പാട്ടുകൾ നമ്മുടെ പല പള്ളികളിലും ഇന്ന് പാടപ്പെടുന്നത്. ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് നമുക്ക് അനുവദനീയമല്ല. എന്നാൽ അതാണ് ഇന്ന് എല്ലായിടത്തും കാണുന്നത് എന്നുകൂടെ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പറയട്ടെ. പറഞ്ഞുകൊണ്ട് പ്രയോജനമില്ലെന്നറിയാം, എങ്കിലും പറയുകയാണ്. ഇനി ഇങ്ങനെ പോകുന്നു ഇത്. വിശുദ്ധ മൂറോൻ മാമോദിസായിൽ അതുമായിട്ട് ബന്ധപ്പെട്ട 8 എന്ന സംഖ്യ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ വിടുകയാണ്. പിന്നൊരിക്കൽ നമുക്ക് അതേപ്പറ്റിയൊക്കെ ഓരോ വിഷയങ്ങളായിട്ടെടുത്ത് സമയവും ഉണ്ടെങ്കിലും ദൈവം അനുവദിക്കുന്നെങ്കിലും നമുക്ക് കൈകാര്യം ചെയ്യാം. ഇങ്ങനെ മൂറോനും മാതാവുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അഭിഷേക തൈലങ്ങൾ എന്ന ക്ലാസിൻ്റെ തുടർച്ചയാണിത്. വിശുദ്ധ സഭയിലെ തൈലങ്ങളിൽ രണ്ടാമത്തേത് വിശുദ്ധ സൈത്ത് എന്നുള്ള തൈലമാകുന്നു. വിശുദ്ധ മൂറോൻ കഴിഞ്ഞാൽ പിന്നെ പ്രാധാന്യം അർഹിക്കുന്ന തൈലം വിശുദ്ധ സൈത്താകുന്നു. വിശുദ്ധ സഭയുടെ ക്രമപ്രകാരം ശുദ്ധമായ ഒലിവെണ്ണയിൽ കൂദാശ ചെയ്ത് പൂർത്തീകരിക്കുന്ന ഈ തൈലം വിശുദ്ധ മാമോദീസായിൽ കഴുകലിന് മുമ്പുള്ള മുദ്രണത്തിന് ഉപയോഗിക്കുന്നു. ഈ തൈലം വാഴ്ത്തുവാൻ മെത്രാപ്പോലീത്തായ്ക്ക് അധികാരം ഉണ്ട്. സൈത്ത് കൂദാശയുടെ ആദ്യ ഭാഗം നടത്തിയ ശേഷം മാറ്റപ്പെടുന്ന തൈലം രോഗികളുടെ തൈലാഭിഷേകത്തിന് ഉപയോഗിക്കുന്നു. ശുശ്രൂഷകൾ മുഴുവൻ പൂർത്തീകരിച്ച തൈലം മാത്രമേ വിശുദ്ധ മാമോദീസായ്ക്ക് ഉപയോഗിക്കുകയുള്ളൂ. 2. തൈലാഭിഷേക തൈലം. ശുദ്ധമായ ഒലിവെണ്ണ ഉപയോഗിച്ച് സഭയുടെ ക്രമപ്രകാരം മെത്രാപ്പോലീത്തയാൽ നടത്തപ്പെടുന്ന മഹത്തായ ശുശ്രൂഷ വഴി വാഴ്ത്തി പൂർത്തീകരിക്കപ്പെടുന്ന ഈ തൈലം കന്ദീല ശുശ്രൂഷയുടെ ഒടുവിൽ രോഗിയുടെ വിവിധ അവയവങ്ങളിൽ മുദ്ര കുത്തുവാൻ ഉപയോഗിക്കുന്നു. ദീർഘമായ ഈ ശുശ്രൂഷയുടെ അന്ത്യത്തിൽ ഇതിൽ സംബന്ധിക്കുന്ന ഏവർക്കും ഈ തൈലം ഉപയോഗിച്ച് നെറ്റിയിൽ മുദ്രണം നൽകുന്നു. ഇപ്രകാരം ഈ മുദ്രണം ലഭിക്കുന്ന ഒരുവൻ 40 ദിവസത്തിനകം മരണാസന്നനായാൽ പ്രത്യേകം കന്ദീല ശുശ്രൂഷ ആവശ്യമില്ലാത്തതുമാകുന്നു. ഇവിടെ ഒരു രഹസ്യം വെളിവാക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. വിശുദ്ധ സഭയിൽ ഈ തൈലങ്ങൾ കൊണ്ട് മുദ്രയിടുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അത് അതീവ ജീവശാസ്ത്ര രഹസ്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നു എന്നതാണ് ഈ രഹസ്യം. അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാൻ വലിയ പ്രയാസമാണ്. എന്നാലും പറഞ്ഞിരിക്കാം, ശാസ്ത്രീയമായ ബാക്ക്ഗ്രൗണ്ടുള്ളവർ മനസ്സിലാക്കട്ടെ. നമ്മുടെ ജീവൻ ഒരു ഭാഷയാകുന്നു. അതിൻ്റെ പേര് ജനറ്റിക് കോഡെന്നാണ്. അത് 64 തൃത്വാക്ഷരങ്ങളിന്മേലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. RNAയിൽ നിന്ന് കണ്ടെടുത്തിയ ആ അക്ഷരങ്ങളെ ത്രിത്വമായിട്ടാണ് അവ പ്രവർത്തിക്കുന്നത്. ത്രിത്വത്തിൻ്റെ മഹാരഹസ്യം അതിലടങ്ങിയിരിക്കുന്നു. ആ ഓരോ ത്രിത്വത്തിനകത്തും വേറൊരു ബന്ധമുണ്ട്. ആദ്യത്തെ 2 അക്ഷരങ്ങൾ മതി പ്രവർത്തിക്കുവാൻ. ഈ ത്രിത്വത്തിൻ്റെ 3 അക്ഷരങ്ങളില്ലെങ്കിൽ ഈ ത്രിത്വം പ്രവർത്തിക്കുകയുമില്ല. അപ്പോൾ ഈ 3 അക്ഷരങ്ങളുടെ പ്രവർത്തനം വഴിയായി ഉണ്ടാകുന്നത് ഒരു അമൈനോ ആസിഡാണ്. വചനത്തിൽ നിന്ന് മാംസമുണ്ടാകുന്നു എന്നുള്ള പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. വേർഡ് ബിക്കെയിം ഫ്ലെഷ് എന്നുള്ള ആ ദൈവിക ആ വചനത്തിൻ്റെ ശാസ്ത്രീയമായ പൂർത്തീകരണം കൂടെയാണ് ഇവിടെ രഹസ്യമായി മനുഷ്യൻ്റെ ജീവഭാഷ വഴി നടത്തപ്പെടുന്നത്. ഇതൊക്കെ വളരെ ദുർഗ്രഹമായ പ്രശ്നങ്ങളാണ്. ശാസ്ത്രത്തിൻ്റെ അങ്ങേയറ്റത്തെ കണ്ടെത്തലുകളാണ് ഇതൊക്കെ. അപ്പോൾ ആ ഒരു തൃത്വത്തിനകത്ത് ഒരു 2-1 ഓർഡറുണ്ട്. പരിശുദ്ധ ത്രിത്വത്തിൽ തന്നെ ഉണ്ടല്ലോ, പിതാവും പുത്രനും വചനസാരാംശത്തിൽ സമന്മാരാകയാൽ 2, പരിശുദ്ധരൂഹ ജീവനാകയാൽ 1. അങ്ങനെ 2-1 ഓർഡർ വിശുദ്ധ ത്രിത്വത്തിൻ്റെ ഘടനയിൽ പോലുമുണ്ട്. ഈ ഘടനയനുസരിച്ചാണ്
വിശുദ്ധ സഭ 2000 വർഷങ്ങളായിട്ട് ഈ വടിയുക്കോൾ സൈൻ ചെയ്യുന്നത്, വിശുദ്ധ തൈലം ഉപയോഗിച്ച് സൈൻ ചെയ്യുമ്പോൾ അതിനൊരു ഉദാഹരണം പറയാം. കന്ദീല ശുശ്രൂഷ എന്ന് പറയുന്നത് മരിക്കുന്നതിന് മുമ്പ് നടത്തുന്ന ഒരു ശുശ്രൂഷയാണ്, അതുകൊണ്ട് വലിയ ശുശ്രൂഷയാണ്. അതിലെ അവസാനമായിട്ട് മുദ്രണമുണ്ട് ഈ തൈലം വെച്ച്. അപ്പോൾ ചെവി, കണ്ണ്, കാൽമുട്ടുകൾ അങ്ങനെയുള്ള 2 അവയവങ്ങളുള്ള അവിടെ മുദ്രണം ചെയ്യുമ്പോൾ വലത്തെ ചെവിയിൽ 2 കുരിശാകൃതിയിലും തൈലം കൊണ്ട്, ഇടത്തെ ചെവിയിൽ 1 കുരിശും വരയ്ക്കും. വലത്തെ കാൽമുട്ടുകളിന്മേൽ 2, ഇടത്തെ ഇതിൽ 1. അങ്ങനെ ആണ് അംഗങ്ങളെ മുദ്രണം ചെയ്യുന്നത്. ഇത് വലിയൊരു രഹസ്യമാണ്. ഈ രഹസ്യം പരിശുദ്ധ തൃത്വത്തിൻ്റെ ഘടന മുതൽ മാറ്ററിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിളായ ക്വാർക്ക് വരെയും എത്തി നിൽക്കുന്ന ഒരു മഹാരഹസ്യമാകുന്നു. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ, അസ്തിത്വത്തിന് തന്നെ ഈ രഹസ്യം വളരെ പ്രാധാന്യമേറിയ ഒന്നാകുന്നു എന്ന് നാം അറിഞ്ഞിരിക്കണം. ക്വാർക്കിനകത്ത് 3 ക്വാർക്കുകൾ ഒന്നിച്ചിരിക്കുന്നു. അതിൽ 2 പ്ലസ് ക്വാർക്കും 1 മൈനസുമാണ്, അല്ലെങ്കിൽ 2 മൈനസും 1 പ്ലസുമാണ്. അങ്ങനെ മാറ്ററിൽ ഉണ്ട്. പിന്നെ തിയോസഫിക്കാർ പറയുന്നത് UPA എന്ന് പറയുന്ന ആസ്ട്രൽ ആറ്റമുണ്ട്. അതും 3 ആറ്റങ്ങൾ ഒന്നിച്ച് തൃത്വമായിട്ടാണ് ഇരിക്കുന്നത്. അത് 2 പ്ലസും 1 പോസിറ്റീവും 2 പ്ലസും 1 മൈനസും, അല്ലെങ്കിൽ 2 മൈനസും 1 പ്ലസുമാണ്. അപ്പം അൾട്ടിമേറ്റ് ഫിസിക്കൽ ആറ്റം എന്നാണ് അവരതിനെ പറയുന്നത്. ഫിസിക്കാർ കണ്ടെത്തിയിട്ടുള്ള 12 പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും ഒടുവിലത്തെയാണല്ലോ ഹിഗ്സ് ബോസോൺ. അതിനെക്കാട്ടിൽ ചെറിയ പാർട്ടിക്കിളാണ് തിയോസഫിക്കാർ കാണുന്നത്. അവരെ ആത്മദൃഷ്ടിയിൽ ഇതിനെ കണ്ട് അതിൻ്റെ പടങ്ങളുമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൽ അതിൻ്റെ മൂവ്മെൻറ്റ്, 3 തരം മൂവ്മെൻറ്റുകളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഘടനയിലും ത്രിത്വ രഹസ്യം അടങ്ങിയിരിക്കുന്നു. അപ്പോൾ മാറ്ററിൻ്റെ ഏറ്റവും ചെറിയ, അതിനെ ആസ്ട്രലായത്തിനെ പറ്റി പറയുന്നത് കോൺഷ്യസ്നെസ് മാറ്ററിലേക്ക് രൂപാന്തരപ്പെടുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പാർട്ടിക്കിളാണ് ആസ്ട്രലാറ്റം എന്നാണ് പറയുന്നത്. അത് 10 ചരടുകളാൽ നിർമ്മിതമായ ഒരു വൃത്താകാരത്തിലുള്ളതും റൊട്ടേറ്റിംഗ്, ഗൈറേറ്റിംഗ്, പൾസേറ്റിംഗ് എന്നൊക്കെ പറയുന്ന ചലനങ്ങളുള്ളതുമാണ്. മാറ്ററിൻ്റെ ചലനങ്ങളുണ്ട്. അത് കാൾ മാർക്സും എംഗൽസും ജേക്കബ് ബൊഹീമിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മാറ്റർ ഈസ് ലിവിങ് ആൻഡ് തിങ്കിങ് എന്നാണ് പറയുന്നത് അവർക്ക്. അപ്പോൾ മാറ്ററിന് അതിൻ്റേതായ ചലനങ്ങളുണ്ട്, ചിന്തകളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തെങ്കിലും ആകട്ടെ, നമ്മളതിൻ്റെ മോഷനെ പറ്റിയാണ് പറയുന്നത്. 2-1 ഓർഡർ. ഇത് പരിശുദ്ധയിലെ അന്ത്യോക്യൻ സഭയിലെ പിതാക്കന്മാരെങ്ങനെ കണ്ടുപിടിച്ചു? 2000 വർഷം കഴിഞ്ഞ് ശാസ്ത്രം കണ്ടുപിടിച്ച ഈ രഹസ്യം സഭയിലുണ്ടെന്നുള്ള ആർക്കും അറിയത്തില്ല. വിശുദ്ധ കുർബാന വഴിയിലും കൂദാശകൾ വഴിയായിട്ട് ഈ രഹസ്യം പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. വിവാഹത്തിന് പോലും ഈ രഹസ്യം പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. എങ്ങനെയാണ്? ക്ലീലോ വീതേതു മോറാൻ മിൻസ്മായോ സോയാഹിനോഹേസ് ഹസിനോയോയേ ക്ലീലോ കൊഹനൂസോയേം ബുറീസേ. ഇങ്ങനെ സ്വർണ്ണമാലയും കുരിശും വെച്ച് കിരീടം ധരിപ്പിക്കുക എന്നതിൻ്റെ പേര്, കിരീടം വാഴ്വ്. അതിനെ 3 കുരിശും അവസാനം ആൻറ്റി ക്ലോക്ക് ആയിട്ട് 2 സർക്കിളും തിരിച്ചൊരു സർക്കിളും വെച്ച് 2-1 ഓർഡറിലാണത് പൂർത്തീകരിക്കുന്നത്. വിശുദ്ധ മാമോദീസയിലുണ്ട്, വിശുദ്ധ കുർബാനയിൽ പല സ്ഥലങ്ങളിലുണ്ട്. അതൊക്കെ മഹാരഹസ്യങ്ങളാണ്. കുർബാനയിലെ 2-1 ഓർഡറിനെ പറ്റി 1 മണിക്കൂർ പ്രസംഗിക്കാനും വേണ്ടതുണ്ട്. ഇതൊന്നും സാധാരണക്കാർക്ക് ഗ്രാഹ്യമുള്ളതല്ല. യുക്തിസഹിതം കിട്ടണമെങ്കിൽ ശാസ്ത്രം കൂടെ അറിഞ്ഞിരിക്കണം. ഞാനിത് സാന്ദർഭികമായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അത്രയ്ക്ക് രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് പരിശുദ്ധ അന്ത്യോക്യൻ സുറിയാനി സഭയിലെ ശുശ്രൂഷകൾ എന്ന് പറയുകയാണ്. അടുത്തത് 3ാമത്തെ തൈലം ശുദ്ധമായ ഒലിവെണ്ണയാണ്. മറ്റേ 2 വിശുദ്ധ മൂറോനും സൈത്തിനും പുറമെ ശുദ്ധമായ ഒലിവെണ്ണ എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കുക. ഇവയെല്ലാറ്റിനും പുറമെ ശവസംസ്കാര ശുശ്രൂഷയുടെ അവസാനത്തിൽ മൃതശരീരത്തിൽ വീഴ്ത്തുന്ന വാഴ്ത്തപ്പെടാത്ത തൈലമാണ്. പലരും വിചാരിച്ചിരിക്കുന്ന വാഴ്ത്തപ്പെട്ട തൈലമാണ്. അല്ല, മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന വെറും തൈലമാണത്, വൃത്തിയുള്ള തൈലം. ഒലിവിൻ തൈലത്തിൻ്റെ ഉപയോഗവും വിശുദ്ധ സഭയിലുണ്ട്. മുഖത്തും നെഞ്ചിലും കാൽമുട്ടുകളിലും ഇത് വീഴ്ത്തുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന വഴി
ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാം. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോട് കൂടെയുള്ള ആനന്ദത്തിനും വിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാമത്തിൽ ഈ തൈലം വീഴ്ത്തപ്പെടുന്നു എന്ന് പറഞ്ഞാണ് ഒഴിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? എന്താണ്? പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. ആരുമായിട്ടാണ് യുദ്ധം? പോകുന്നവർക്ക് ദുഷ്ടാത്മാക്കളുണ്ട്. ദുഷ്ടാത്മ സേനയിൽ നിന്ന് നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന വിശുദ്ധ സ്ലീബായാണെന്നാണ് പിതാക്കന്മാർ പറയുന്നത്. അരയിൽ കേട്ടിടും സ്ലീബായാം വാളാൽ ആപൽ സ്ഥാനത്ത് തരണം ചെയ്തിടും. സ്ലീബ അവിടെ ഒരു വാളായിട്ടാണ് രൂപാന്തരപ്പെടുന്നത്. അതുപോലെ തന്നെ പാലമതായിട്ട് അങ്ങോട്ട് കടക്കാൻ പോകുമ്പോൾ തടസ്സങ്ങളോ അഗ്നിയോ കടലോ ഒക്കെ ഉണ്ടെങ്കിൽ സ്ലീബ ഒരു പാലമായി തീരും. അതാണ് പാലമതായി തീരട്ടെ സ്ലീബ എന്നും പറഞ്ഞ് നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. അത് വെള്ളിയാഴ്ച നമസ്കാരത്തിൽ അങ്ങനെ പറഞ്ഞു പോയാൽ സ്ലീബായെ പറ്റി ഒരുപാട് പറയാനുണ്ട്. അത് പോകട്ടെ. ഇനി ഞാൻ വിശുദ്ധ സുറിയാനി സഭയുടെ അതുല്യത എന്നുള്ള ആ കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ ടോക്ക് അവസാനിപ്പിക്കാം. ലോകരക്ഷനായ ദൈവപുത്രൻ്റെ സജീവ സാന്നിധ്യം വിശുദ്ധ മൂറോൻ ഉള്ളടത്തെല്ലാമുണ്ട്. ഉണ്ടോ? വിശുദ്ധ മൂറോൻ വിശുദ്ധ ദേവാലയങ്ങളിൽ വിശുദ്ധ മദ്ബഹായിൽ അതിസൂക്ഷ്മമായ സ്ഥലത്താണ് വയ്ക്കുന്നത്. അത് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂറോനിസ് മോറാൻ, കർത്താവിശ്വമിശിഹ തന്നെയാണ് അതിൻ്റെ ആളത്വം രഹസ്യമായി വസിക്കുന്ന ആ വിശുദ്ധ തൈലമാണ് വിശുദ്ധ മൂറോൻ. എന്നാൽ മശിഹ എന്ന അഭിഷിക്തൻ്റെ ആത്മീയ സഹോദരന്മാരായി വിശുദ്ധ സഭാമക്കളെ വിശുദ്ധ മാമോദീസായിൽ അഭിഷേകം ചെയ്യുന്ന വിശുദ്ധ തൈലവും ഇതാകുന്നു. കണ്ടോ? മാമോദീസ വഴി നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം അഡോപ്ഷ്യോ ഫിലിയോറം എന്നാണ്. ദൈവപുത്രന്മാരെന്നുള്ള സ്ഥാനത്തേക്ക് നമ്മളെ ഉയർത്തപ്പെടുകയാണ്. അഡോപ്ഷ്യോ ഫിലിയോറം, പുത്രസ്വീകാര്യം എന്ന് മലയാളത്തിൽ പറയും. ഇത് ഈ തൈലം വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ സഭാമക്കളുടെ ദേഹദേഹിയാത്മാക്കളെ ഒന്നടങ്കം ഈ തൈലം അഭിഷേകം ചെയ്യുന്നു. വിശുദ്ധ മൂറോൻ ഇല്ലാത്ത മാമോദീസ വിശുദ്ധ സഭ അംഗീകരിക്കുന്നില്ല. വിശുദ്ധ സഭ പഠിപ്പിക്കുന്ന വിശുദ്ധ മാമോദീസയുടെയും വിശുദ്ധ കുർബാനയുടെയും പുതുജീവപ്രദമായ രഹസ്യം താഴെ കാണുന്ന ഗാനം വഴി അറിയുക. ഈ ഗാനം ഞാൻ വേറൊരിക്കൽ പാടിയിട്ടുള്ളതാണ്, അതുകൊണ്ട് പാടുന്നില്ല. മാമോദീസ അതല്ല, ഇത് വേറെ ഗാനമാണ്. മാമോദീസ മൂലം മെശിഹാധൻ ഋഷുമാകുത്തപ്പേട്ടും തൻ ഗാത്രം ഭക്ഷിച്ചും തൻ രക്തം പാനം ചെയ്യുവോർ താൻ മൂലം ജീവൻ പൂണ്ടി പുഴിയതിൽ നിന്നിങ്ങേറി തണിയും നൽ മഹിമാവിന്നങ്കി. കണ്ടോ? വിശുദ്ധ മൂറോൻ ദേഹമാസകലം പൂശിക്കഴിയുമ്പോൾ അങ്കി അണിയുകയാണ്, തേജോവസ്ത്രം ധരിക്കുകയാണ്. അപ്പോൾ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നമ്മൾ തേജോവസ്ത്രധാരികളായിട്ടാണ് ദൈവസന്നിധിയിലേക്ക് പോകുന്നത്. അയിലെന്തറസീമേം ഋഷുമേദം ശീഹോ മെന്മാമോദീസോ ഏഖൽ ഫകറെ കാദീശോ വെസ്തീലത് മഹസിയോനോ വെമിസ്നഹമിൻ മെന്നഫറോ മെസ്നബുസിൻ മെൻഡാഹീഹോ മെസ്സതുപീനസ്തൽദേശബത്തോ എന്ന അന്ത്യോക്യൻ സുറിയാനി പ്രാർത്ഥനയിലെ സുറിയാനി ട്രാൻസ്ലേറ്റ് മലയാളത്തിൽ പാടുകയാണ്. നമ്മുടെ സ്വന്തമൊന്നുമല്ല, മലയാളത്തിലാക്കിയത് നിങ്ങളുടെ സ്വന്തമാക്കാനൊക്കത്തില്ല. അത് അന്ത്യോക്യൻ സിംഹാസനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. വിശുദ്ധ മൂറോനാകുന്ന ഈ അങ്കിത മാമോദീസായിൽ അണിയുന്നു. ഉയർപ്പിൽ ഇത് നമ്മുടെ ആത്മാക്കളുടെ തേജോ വസ്ത്രമായി മാറുന്നു. ഈ വസ്ത്രം വിശുദ്ധ സഭ വഴി അണിയാത്ത ഒരുവനും ഉയർപ്പിൻ്റെ ശക്തി ലഭ്യമാകയില്ല. ഒന്നുകൂടെ ഞാൻ കേട്ടെ, പറയുന്നത് കേട്ടെ. ഈ വസ്ത്രം വിശുദ്ധ സഭ വഴി അണിയാത്ത ഒരുവനും ഉയർപ്പിൻ്റെ ശക്തി ലഭ്യമാകയില്ല. ഇതാണ് സത്യസഭയുടെ പ്രാധാന്യവും വിശുദ്ധ കുർബാനയപ്പത്തിൽ കർത്തൃശരീരവും കാസായിലെ വീഞ്ഞിൽ തൻ്റെ രക്തവും എന്നതുപോലെ തന്നെ തൻ്റെ ജീവൻ നാമതലത്തിലുള്ള തൻ്റെ ജീവൻ വിശുദ്ധ മൂറോനിൽ ചേർന്ന് വസിക്കുന്നു. ഇവയെല്ലാം തന്നെ നാം ഓരോരുത്തരുടെയും ജീവനുമായി കൗദാശികമായി ബന്ധപ്പെട്ടിരിക്കയാൽ നാം ദൈവത്തിൻ്റെ ജീവനുള്ള ആലയങ്ങളും ദൈവനാമത്തിൽ വിളിക്കപ്പെട്ടവരും ദൈവമക്കളുമായി തീരുന്നു.
ഒന്നുകൂടെ നമ്മളെ ദൈവമക്കളെന്നല്ലേ വിളിക്കുന്നത്, സൺസ് ഓഫ് ഗോഡ്. എന്തുകൊണ്ടാണ്? ഇവയെല്ലാം തന്നെ നാം ഓരോരുത്തരുടെയും ജീവനുമായി കൗദാശികമായി ബന്ധപ്പെട്ടിരിക്കയാൽ നാം ദൈവത്തിൻ്റെ ജീവനുള്ള ആലയങ്ങളും ദൈവനാമത്തിൽ വിളിക്കപ്പെട്ടവരും ദൈവമക്കളും ആയിത്തീരുന്ന കണ്ടോ. വിശുദ്ധ മാമോദീസായുടെയും വിശുദ്ധ മൂറോൻ്റെയും രഹസ്യമാണിത്, പരമരഹസ്യം. ദൈവജീവൻ നമുക്ക് സ്വയമായി ആർജിക്കാനാവില്ല. വിശുദ്ധ പൗരോഹിത്യ ശുശ്രൂഷകൾ വഴി മാത്രം ആത്മീയമായിട്ടാണ് ഇത് നമ്മിൽ വന്നു വസിക്കുന്നതും പരിപൂർത്തി പ്രാപിക്കുന്നതും. വേദവാക്യങ്ങൾ മുഴുവനും കാണാപ്പാഠം നിത്യേന ഉരുവിട്ടാലും പ്രസംഗങ്ങൾ കേട്ടാലും പ്രസംഗിച്ചാലും മാത്രം കാതലായ ഈ ദിവ്യരഹസ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഒരുവനും യോഗ്യത നേടാനാവില്ല. പ്രസംഗമല്ല, പ്രവൃത്തിയാണ് വേണ്ടത്. ദിവ്യരഹസ്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഒരുവനും യോഗ്യത നേടാനാവില്ല പ്രവൃത്തിയില്ലാതെ. അതാണ് കൂദാശകളുടെ പ്രാധാന്യം. ഇവയെല്ലാം വിശുദ്ധ സഭ വഴി മാത്രമേ പ്രാപിക്കാനാകുകയുള്ളൂ. വിശുദ്ധ പൗരോഹിത്യ ശുശ്രൂഷകൾ വഴി മാത്രം ആത്മീയമായാണ് ഇത് നമ്മിൽ വന്ന് വസിക്കുന്നതും. മാമോദീസ തുടങ്ങുന്നത് തന്നെ കർത്താവെ അഗ്നിയാലും ആത്മാവാലും മാമോദീസ നൽകുവാനായിട്ട് നിൻ്റെ പരിശുദ്ധ ശ്രീഹന്മാർ മൂലം നീ ഞങ്ങളെ ഭരമേൽപ്പിച്ചിട്ടുള്ള ആത്മീയ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ മാമോദീസ അംശവസ്ത്രങ്ങൾ ധരിച്ച പട്ടക്കാരൻ ഈ പ്രാർത്ഥനകൾ തുടങ്ങുന്നത് തന്നെ എന്ന് നാം അറിഞ്ഞിരിക്കണം. ഇതാണ് പൗരോഹിത്യ സഭകളുടെ പ്രാധാന്യവും അനിവാര്യതയും. ദൈവത്തിൽ വസിച്ചാൽ മാത്രം പോരാ, ഈ വിശ്വാസത്തിനടുത്ത ദൈവിക നൽവരങ്ങൾ കൗദാശികമായി പ്രാപിക്കുകയും തദനുസരണം ജീവിക്കുകയും വേണം. ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. അതുമാത്രം പോരാ, അതിൻ്റെ ഒരു ബിഗിനിങ് മാത്രമാണ്. ഈ വിശ്വാസത്തിനടുത്ത ദൈവിക നൽവരങ്ങൾ കൗദാശികമായി പ്രാപിക്കുകയും തദനുസരണം ജീവിക്കുകയും വേണം. വിശുദ്ധ സഭ വിട്ട് പൊന്തിക്കോസുകാരുടെയും മറ്റും പിറകെ പോകുന്നത് ഇവർ അറിയുന്നില്ല. ഈ രഹസ്യം ഇത് അവരുടെ ആത്മനാശത്തിൻ്റെ വഴിയാകുന്നു. അത്യുന്നതമായ ആത്മീയ ആരാധനകളിൽ നിന്നും ജഡതല ആരാധനകളിലേക്കും ജഡത്തിനടുത്ത ചേഷ്ടകളിലേക്കും ഇത്തരക്കാർ നടന്നു നീങ്ങുകയാണ്. നവീകരണ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു.